അല്ലാഹുവിന്റെ ദീന്, ഇത് അല്ലാഹുവിന്റെ ദീന്, ഇത് നല്ലൊരു ദിക്റിന്റെ മജ്ലിസ്. ഖൈറുൽ കലാമി കലാമുല്ലാഹ്, ഏറ്റവും നല്ലൊരു മജ്ലിസാണിത്. ഒരുപാട് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, തുടക്കത്തിൽ പറഞ്ഞല്ലോ, ഞാൻ ആവർത്തിക്കുന്നില്ല, പിന്നെ ഇരിപ്പിച്ചാക്കുന്നില്ല. ഞാൻ എന്റെ വിഷയത്തിലേക്ക് തന്നെ പറയട്ടെ. യുവാക്കൾ കേൾക്കണം, പല്ലക്കാര് കേൾക്കണം. ഞങ്ങൾ മുസ്ലിമീങ്ങളാണോ, സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരാണോ, പരിശുദ്ധമായ എസ്കെഎസ്എഫിനെ സ്നേഹിക്കുന്നവരാണോ, വന്യരായ ശൈഖുനാ മിത്തബൽ ഉസ്താദിനെ പോലെയുള്ളവരെ നേതാക്കളായിട്ട് അംഗീകരിക്കുന്നവരാണോ, ശാശ്വതമായ ലോകം, കാലാകാലമുള്ള പരലോകം, ആ ലോകത്ത് സ്വർഗത്തിലേക്ക് കടക്കുന്നവരാകണമെന്ന് ചിന്തിക്കുന്നവരാണോ? എന്നാൽ നിന്റെ നാവിലൂടെ കളവ് വരാൻ പാടില്ല, വഞ്ചന വരാൻ പാടില്ല. നിന്റെ ബിസിനസ്സിൽ, നീ കച്ചവടത്തിൽ, ബിസിനസ്സിൽ പിന്നെ വഞ്ചന ചെയ്യാൻ പാടില്ല. നിന്റെ വേഷവിധാനങ്ങളിൽ അല്ലാഹു പൊരുത്തപ്പെടാത്ത നിലക്കത് ധരിക്കാൻ പാടില്ല. പെറ്ററായ ഉമ്മാനെയും പെറ്റവളായ ഉമ്മാനെയും ഒറ്റ വളർത്തിയ ബാപ്പാനെയും അറിയാതെ ജീവിക്കാൻ പാടില്ല. എങ്ങനെയാ ഒരു മുസ്ലിം ചതിയനാവുക? എങ്ങനെയാ ഒരു മുസ്ലിമിന് വഞ്ചിക്കാൻ കഴിയുക? എങ്ങനെയാണ് ഒരു മുസ്ലിമിന് ആരുമാകട്ടെ, ബാല്യക്കാരനാകട്ടെ, വയസ്സന്മാരാകട്ടെ, ആര് തന്നെയായാലും ഒരു മുസ്ലിമിന് എങ്ങനെയാ ചതിയനാവാനോ കഴിയുക? ഒരാളെ ചതിക്കാനോ, ഒരാളെ വഞ്ചിക്കാനോ ഒരു മുസ്ലിമിന് സത്യമല്ല. മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ഭരിക്കുന്ന കാലം ചരിത്രത്തിൽ കാണാം. ഒരുപാട് ഇമാമിങ്ങൾ അവരുടെ ഗ്രന്ഥങ്ങളിൽ എഴുതിയ സംഭവമാണ്. ഒരുപാട് ചരിത്രകാരന്മാർ റിപ്പോർട്ട് ചെയ്ത പിന്നെ സംഭവമാണ്. ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു തങ്ങളുടെ ഭരണകാലം, സുബ്ഹാനല്ലാഹ്, ഒരു ചെറുപ്പക്കാരൻ അങ്ങകലെ നാട്ടിൽ നിന്ന് മദീനയിലേക്ക് വരികയാണ്. കച്ചവടത്തിന് വേണ്ടി, ബിസിനസിന് വേണ്ടി പ്രവാസിയായിട്ട് മറുനാട്ടിൽ നിന്ന് മദീനയിലേക്ക് വരുന്നു. സുബ്ഹാനല്ലാഹ്, ദിവസങ്ങളോളം രാപ്പകലില്ലാതെ യാത്ര ചെയ്തിട്ട് അയാൾ മദീനയിലേക്ക് എത്തുകയാണ്. ഉത്തേടിച്ച നിശ്ചിത സ്ഥലമെത്തുന്നതിന് മുമ്പ് അയാൾ എന്ത് ചെയ്തറിയോ? നീണ്ട യാത്രയല്ലേ, ജാവുമ്പോളായിട്ടും വന്നതല്ലേ, ഒട്ടകത്തിന്റെ മുകളിൽ കയറിയിട്ട് ജാവുമ്പോഴും ഇങ്ങനെ യാത്ര ചെയ്തിട്ട് മദീനയിലേക്ക് വന്നതുകൊണ്ട് അയാൾ എന്ത് ചെയ്തു? കൊണ്ടുണ്ടാ അയാളെ ഒട്ടകത്തെ ഒരു മരത്തിലവിടെ കെട്ടിയിട്ട്, അതല്ലെങ്കിൽ അവിടെ നിപ്പാട്ടിയിട്ട് അയാൾ ആ മരത്തിന്റെ സൈഡിൽ അവിടെ ഉറങ്ങിപ്പോയി. കുറച്ച് റെസ്റ്റ് എടുക്കുകയാണായിട്ട്, വിശ്രമിക്കുകയാണായിട്ട് അയാളതാ അവിടെ കിടക്കുകയാണ്, ഉറങ്ങുകയാണ്. സുബ്ഹാനല്ലാഹ്, ആ സമയത്ത് ആ ചെറുപ്പക്കാരന്റെ ഒട്ടകം അതാ നടന്നു പോവുകയാ. നടന്നങ്ങനെ മേഞ്ഞ് പുല്ല് തിന്ന് തൊട്ടടുത്തുള്ളവർ ഈ തപ്പന തോട്ടത്തിലേക്ക് കിടക്കുകയാണ്. ഇതിന്റെ ചരിത്രമാണ്. സുബ്ഹാനല്ലാഹ്, ആ ചെറുപ്പക്കാരന്റെ ഒട്ടകമതാ മറ്റുള്ളവരുടെ തോട്ടത്തിൽ കയറിയിട്ട് അവിടെയുള്ള ഈ തപ്പനയുടെ ഓല കടിച്ച് തിന്നാൻ തുടങ്ങിയപ്പോ, ഈ തപ്പന മറ്റൊരു തിന്നാൻ തുടങ്ങിയപ്പോ, ആ തോട്ടത്തിന്റെ കാവലുകാരനായ വയസ്സനായ അതിന്റെ മുതലാളിയായ ഓണറായ മനുഷ്യൻ ആ ഒട്ടകത്തെ കല്ലെറിഞ്ഞു. ഒട്ടകത്തെ കല്ലെറിഞ്ഞപ്പോ കഷ്ടകാലമാണോ, അതല്ല അയാളുടെ നിർത്തുന്ന ദൗർഭാഗ്യമാണോ എന്ന് പറയാൻ കഴിയില്ല. എറിഞ്ഞ ഏറുകൊണ്ട്, അയാളെറിഞ്ഞ കല്ലേറുകൊണ്ട് ആ ഒട്ടകമതാ ചത്തുപോയി, അവിടെ തന്നെ വീണു. ഇവിടെ നാട്ടിലേക്ക് മദീനയിലേക്ക് വന്ന ചെറുപ്പക്കാരൻ, ഒട്ടകത്തിന്റെ ഉടമയാകുന്ന ചെറുപ്പക്കാരൻ, ബാല്യക്കാരൻ, എന്റെ വേല കേൾക്കുന്ന ബാല്യക്കാരന് കേൾക്കാണ്, ചെറുപ്പക്കാരെ കേൾക്കാണ്. കള്ളും കഞ്ചാവും അടിച്ചിട്ട, അതുപോലെ തന്നെ കള്ളിനടിമയായി, ലഹരിക്കടിമയായിട്ട് 24 മണിക്കൂറും ചതിയും വഞ്ചനകളുമായിട്ട് കഴിയുന്ന സഹോദര, തായി തുറന്നാൽ കള്ളം മാത്രം പറയുന്ന മുസ്ലിം നല്ല പോലെ കേൾക്കണേ.
ആ ചെറുപ്പക്കാരനതാ ഇഷാറത്തായപ്പോ ഉറക്കമുണർന്നപ്പോ ആ ചെറുപ്പക്കാരന്റെ ഉറക്കയാള് വിട്ടു. അയാളെ എണീച്ചു പോയപ്പോ അയാളെ ഒട്ടകത്തെ കണ്ടില്ല. അയാളങ്ങനെ നടന്ന് ഒട്ടകത്തങ്ങനെ തേടിക്കൊണ്ടുപോകുമ്പോ സുബ്ഹാനല്ലാഹ്, ഒട്ടകമതാ ഒരു തോട്ടത്തിന്റെ സൈഡിൽ ചത്ത് കിടക്കുന്നു. ചോര ഒലിപ്പിച്ചിട്ട് അവിടെ ചത്ത് കിടക്കുന്നത് കണ്ടപ്പോ ഈ ചെറുപ്പക്കാരൻ അതിന്റെ അടുത്തേക്ക് ചെന്ന് നോക്കുമ്പോ അവിടെ ഒരു കളവനായ വൃദ്ധനായ ഒരു മനുഷ്യനുണ്ട്. അയാളോട് ചോദിച്ചു, ആരാ ഒട്ടകത്തെ എന്താ പറ്റിയതാ? എന്താണ് ഈ ഒട്ടകം ഇങ്ങനെ പറ്റിയത്? എന്റെ ഒട്ടകമാ, എന്റെ പ്രതീക്ഷയാ, എന്റെ എല്ലാം ഈ വാഹനമാ. എന്റെ നാട്ടിൽ നിന്ന് ഇവിടേക്ക് 3 ദിവസത്തോളം വഴി ദൂരമുണ്ട്. രാവെന്നില്ലാതെ പകലെന്നില്ലാതെ കഷ്ടപ്പെട്ടിട്ട് ഞാൻ ഈ ഒട്ടകത്തിന്റെ മുകളിൽ യാത്ര ചെയ്തിട്ട് ഇവിടെ വന്നവനാണ്. ഇപ്പോഴിതാ എന്റെ ഒട്ടകം ഇവിടെ ചത്ത കിടക്കുന്നത് കാണുന്നു. എന്തു പറ്റിയെന്ന് ചോദിച്ചപ്പോ അയാൾ പറഞ്ഞു, ഞാൻ കല്ലെറിഞ്ഞതാണ്. ഇതെന്റെ തോട്ടമാ, അനധികൃതമായിട്ട് അക്രമമായിട്ട് എന്റെ തോട്ടത്തേക്ക് ആ ഒട്ടകം കയറി വന്നു. നാളേറെയായി ഞാൻ ഒരുപാട് പ്രതീക്ഷയോടെ പോറ്റി വളർത്തുന്ന എന്റെ കൃഷിയിടങ്ങള്, എന്റെ ഈത്തപ്പന മരങ്ങള്, അതിന്റെ മട്ടലുകള്, ഓലകള് എല്ലാം അതാ ആ ഒട്ടകം തിന്നാൻ തുടങ്ങിയപ്പോ ഞാൻ 1-2 കല്ലെടുത്തെറിഞ്ഞപ്പോ അത് പോയില്ല. പിന്നെ അതാ ഞാൻ ഒരു വലിയൊരു കല്ലെടുത്തെറിഞ്ഞു, അത് ചത്തുപോയി. ചാവണമെന്നർത്ഥത്തിൽ ഞാൻ അറിഞ്ഞതല്ല, കൊല്ലണമെന്നർത്ഥത്തിൽ ഞാൻ അറിഞ്ഞതല്ല. എന്നപ്പോ അങ്ങനെ സംഭവിച്ചു പോയതാണ്. എന്ത് ചെയ്യണമെന്നറിയില്ല. ഇത് പറഞ്ഞപ്പോ സകല നിയന്ത്രണവും വിട്ടുപോയ, പരിസരബോധം മറന്നുപോയ ആ ചെറുപ്പക്കാരൻ എന്ത് ചെയ്തറിയോ? ഈ വയസ്സന്റെ കരണക്കുറ്റി നോക്കിയിട്ട് ഒറ്റയടി അടിച്ചപ്പോ വയസ്സിനും പതുമാത്ത അവിടെ വെച്ചിട്ട് ഓൺ ദി സ്പോട്ടിൽ മരണപ്പെട്ടു. പാലക്കാരല്ല, കൈ നല്ല ആഞ്ഞു കൊടുത്തു. പിന്നെ തന്നെ ഗഡിപിടിയല്ലേ പാലക്കാട്, അങ്ങനെ സബുറല്ല കമ്മിയല്ലേ അല്ലേ അല്ലേ. ഇതെല്ല കൺട്രോൾ ആണെങ്കിൽ ഫസ്റ്റ് സ്റ്റേജ് വന്നതാണ്. പിന്നീട്ടുള്ള കൺട്രോൾ ആണെങ്കിൽ 2 കിടാക്കാണോ, പിന്നീട്ടുള്ള കൺട്രോൾ ആണെങ്കിൽ 40 ആണ്ട് കളി. എന്റെ അടുത്തുള്ള ഗഡിപിടി പിന്നെ വയസ്സന്മാരൊക്കെ നോക്കിയോ പാലക്കാട് ദൂരതേ പണി. വയസ്സന്മാരെന്നല്ല എല്ലാം വെച്ചുള്ള പാലക്കാട് വെട്ടാക്കിട്ടേ ചുണ്ടല്ലോ അല്ലേ. അവിടെ കൂടിയിട്ട് ബെടക്കായ, അവിടെ പോയപ്പോ ബെടക്കായ, അങ്ങനൊട്ടേക്ക് കൂടിയിട്ട് ബെടക്കായ, അങ്ങനൊക്കെ കൂടെ ആരും ചെന്നിട്ടൊന്നും ഇല്ലല്ലോ. നിങ്ങൾ നേരുന്നെങ്കിൽ അപ്പമ്മ നേരുന്നെങ്കിൽ നിന്റെ മോട് കൂടെ നടത്തും. നിങ്ങമേ പറ്റ നേരം ഇല്ല, പിന്നെ അവിടെ കൂടെ നേരം. ഞങ്ങൾ നേരം ഉണ്ടെങ്കിൽ ഞങ്ങളെ കൺട്രോളിലാണ് ഞങ്ങളെ മക്കളെങ്കിൽ പിന്നെ റായത്തങ്ങളെ കുറ്റപ്പെടുത്തണ്ട, ഞങ്ങളെ പൊട്ടാക്കണ്ട. അവൻ്റെ ഒട്ടി കൂടിയിട്ട് പെടക്ക. ഇപ്പത്തെ പാലക്കറി എല്ലാം അങ്ങനെ എന്റെ നിങ്ങത്തെ കമ്മിത്ത ഞങ്ങളെ ബാല്യത്തിലായിട്ട് ഞങ്ങളെ യൗവന കാലത്തിലുണ്ടല്ലോ നിങ്ങൾ ഇങ്ങനെന്താക്കില്ല. ഇപ്പൊ എന്ത് റബ്ബുല്ലേ, എന്ത് പാർച്ചല്, എന്തിലേവോ ഒക്കെ ഇന്നത്തെ പോലെ യൂട്യൂബും നെറ്റും വോൾട്ടും ഇതേപോലെ അംബാനിന്റെ MP3 അണ്ടില്ലെങ്കിൽ ഇന്നെങ്കില് നിങ്ങൾ ഇങ്ങനെ అంటే ഇതുപോലെ ഇല്ലാത്ത അംബാനി ഇല്ലാത്ത MP3 ഇല്ലാത്ത നെറ്റും വോൾട്ടും ഇല്ലാത്ത അപ്പൊ കുറച്ച് കൺട്രോൾ അണ്ടികളില്ലാത്ത പിന്നൊന്നും നല്ല കാലാണ്. നല്ല കാലം, ആ നല്ല കാലം അത് പോയി ഇരിക്കട്ടെ. മഹാനായ ഉമർ ഖത്താബ് തങ്ങളുടെ ഭരണകാലമാണ്. ചെറുപ്പക്കാരനല്ലേ, പരിസരം മറന്നിട്ട് പെട്ടെന്നൊരു അടി വെച്ചു കൊടുത്തപ്പോ എല്ലാമായ വാഹനമായ പ്രതീക്ഷയായ ഇനി എന്റെ എല്ലാമായി അയാൾ കൊണ്ട് നടന്നിരുന്ന ഒട്ടകം ഒരു സുപ്രഭാതത്തിൽ ഒരു കല്ലേറ് കൊണ്ട് ചത്തു വീണു എന്ന് കേട്ടപ്പോ കല്ലെറിഞ്ഞാളയാൾ അടിച്ചു. ഒട്ടകമല അതിന് അയാളും മരണപ്പെട്ടു.
സുബ്ഹാനല്ലാഹ്, നിന്റെ ചരിത്രമാണ് ഷോർട്ടാക്കിയിട്ട് പറയുകയാണ്. കേൾക്കണേ ബാല്യക്കാരി, കേൾക്കണേ. ആ മരണപ്പെട്ട വയസ്സന്റെ മക്കള് ഷാബാന് രണ്ട് ബാല്യക്കാർ അവരെന്ത് ചെയ്തറിയോ? ഈ ചെറുപ്പക്കാരനെ പിടിക്കുകയാണ്. എന്നിട്ട് ആ ചെറുപ്പക്കാരനെ നല്ലപോലെ ബന്ധസ്ഥനാക്കിയിട്ട് ഉമർ ഖത്താബ് തങ്ങളെ മുമ്പിൽ കൊണ്ടുവരുന്നു. എന്നിട്ട് പറഞ്ഞു, തങ്ങളെ ഇയാള് ഞങ്ങളെ പപ്പാനെ കൊന്നു, നടപടി വേണം, ഞങ്ങൾക്ക് പരിഹാരം വേണം, ഞങ്ങളെ എല്ലാമായ പാപം ഈ പാപ്പാന് ഇയാള് നിഷ്ഠൂരമായി കൊന്നു കളഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് തങ്ങള് ഞങ്ങൾക്ക് പരിഹാരം വേണേ എന്ന് പറഞ്ഞപ്പോ ഉമർ ഖത്താബ് തങ്ങൾ ഇവിടുന്ന് വിസ്തരിക്കുകയാണ്. കൂടുതൽ അന്വേഷണം നടത്തിയപ്പോ സംഭവം നേരാണെന്ന് മനസ്സിലായപ്പോ ഉമർ ഖത്താബ് തങ്ങൾ പറഞ്ഞു, അതേ, കാരണമില്ലാതെ ഒരാളെ കൊന്നതിന്റെ പേരില് ഒട്ടകത്തെ കല്ലെറിഞ്ഞു എന്നത് കാരണമല്ലല്ലോ. ഒട്ടകത്തെ കൊന്നു എന്നത് ഒരു മനുഷ്യനെ കൊല്ലാനുള്ള കാരണമല്ലല്ലോ. ഇവിടെ പശുവിന്റെ പേരിൽ കൊല്ലപ്പെടുകയാ, പശുവിന്റെ പേരിൽ കൊല്ലപ്പെടുകയാ, മൃഗത്തിന്റെ പേരിൽ കൊല്ലപ്പെടുകയാ. മനുഷ്യത്വത്തിൽ ഇന്ന് ലോകത്ത് വരെയില്ല. എന്നാൽ ഇതുപോലുള്ളൊരു കാലത്ത്, ജാഹിലിയ്യ കാലത്ത് സമാനമായൊരു സംഭവം നടന്നപ്പോ ഉമർ ഖത്താബ് തങ്ങൾ പറഞ്ഞു, മനുഷ്യന്റെ ബല വലുതാണ്, മനുഷ്യത്വത്തിന്റെ ബല വലുതാണ്, മനുഷ്യരക്തത്തിന്റെ ബല വലുതാണ്. അതിന് പകരം വെക്കാൻ ലോകത്ത് ഒന്നുമില്ല. അതുകൊണ്ട് ആ മനുഷ്യനെ നിഷ്ഠൂരമായി കൊന്നതിന്റെ പേരില് നിനക്കതാ നിന്നെയും പകരമെടുക്കുന്നു, ഇസ്ലാമിന്റെ ശിക്ഷ നടപ്പാക്കുന്നു, കൊലക്ക് പകരം നിന്നെ കൊല്ലുന്നു. കൊല്ലണം, കൊല്ലാതിരിക്കണമെങ്കിൽ അവർ മാപ്പ് ചെയ്യണം. ബന്ധപ്പെട്ടവർ, മക്കൾ, വേണ്ടപ്പെട്ടവർ ഏത് കണ്ടീഷൻ വെച്ചിട്ടാണോ അവർ മാപ്പ് ചെയ്യുന്നത് എങ്കിൽ നിനക്ക് മാപ്പ് ചെയ്യപ്പെടും, നിന്നെ വിട്ടയക്കപ്പെടും, പൊരുത്തപ്പെടുമെന്നല്ലാതെ. അല്ലെങ്കിൽ നിനക്കൊരു മാപ്പില്ല, നിനക്ക് കൊല തന്നെ. സുബ്ഹാനല്ലാഹ്, അവർ പറഞ്ഞു, കൊല്ലുക തന്നെ വേണം. സ്നേഹസമ്പന്നനായ, സ്നേഹവിധിയായ, കണ്ടിട്ട് കൊതി തീർന്നിട്ടില്ലാത്ത ഞങ്ങൾ പിരിശപ്പെട്ട മാപ്പാനെ കൊന്നുവെന്ന് മാപ്പില്ല, അതുകൊണ്ട് കൊല്ലണേ എന്ന് പറഞ്ഞപ്പോ ഉമർ ഖത്താബ് തങ്ങൾ തിരിക്കുന്നു, കൊലക്ക് കൊല തന്നെ. അതുകൊണ്ട് നിന്നെ കൊല്ലാൻ വിധിച്ചിരിക്കുന്നു. അവസാനമായിട്ട് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിച്ചപ്പോ അതേ, ഒരു ഗതിയും പരഗതിയുമില്ലാത്ത പരദേശിയായിട്ടുള്ള മനുഷ്യൻ ആ ചെറുപ്പക്കാരൻ നിറ കണ്ണുകളോട് ഉമർ ഖത്താബ് തങ്ങളോട് പറഞ്ഞു, തങ്ങള് ഒരപേക്ഷയുണ്ട്, ഒരാഗ്രഹമുണ്ട്. അവിചാരിതമായി വന്നൊരു സംഭവമാണ്, കരുതി കൂട്ടിക്കൊന്നതല്ല, മനഃപൂർവ്വം കൊന്നതല്ല, സംഭവിച്ചു പോയതാണ്. ദുഃഖമുണ്ട്, ഖേദമുണ്ട്. പക്ഷേ വിധി നടപ്പിലാക്കപ്പെടണമല്ലോ, എന്നെ കൊല്ലണമല്ലോ, പകരം വീട്ടണമല്ലോ. ഇസ്ലാമിന്റെ ശറ അങ്ങനെയല്ല, അമീറുൽ മുഅ്മിനീൻ അങ്ങനെ വിധിച്ചുവല്ലോ. ഞാൻ റെഡിയാ, ചെയ്തോളൂ തങ്ങള്. പക്ഷേ ഒരു കണ്ടീഷൻ ഉണ്ട്, ഒരു ഉപാധിയുണ്ട്, ഒരാഗ്രഹമുണ്ട്. അതായത് ഉമർ ഖത്താബ് തങ്ങള് എന്റെ മക്കൾക്ക് ഭക്ഷണം തേടിയിട്ട് വന്നവനാണ് ഞാൻ. പറക്കാൻ പറ്റാത്ത ഒന്നിലേറെ കുഞ്ഞുങ്ങളുണ്ട് എനിക്ക്, എന്നെ മാത്രം കാത്തിരിക്കുന്ന ഭാര്യയുണ്ട് എനിക്ക്, എന്നെ മാത്രം അവലംബിച്ചിരിക്കുന്ന രോഗിയായ ഉമ്മയുണ്ട് എനിക്ക്. അവരോടല്ല ഞാൻ വരുമ്പോ പറഞ്ഞത്, ഞാൻ സന്തോഷത്തോടെ വരാമെന്നാണ്. ഞാൻ കൊണ്ടുപോകുന്ന കിറ്റും ബോക്സും കാത്തിരിക്കുകയാണവർ. ഞാൻ കൊണ്ടുപോകുന്ന വസ്ത്ര ഉടയാടുകൾ, പുത്തനുടുപ്പുകൾ, നല്ല ഡ്രസ്സുകൾ, യൂണിഫോമുകൾ കാത്തിരിക്കുകയാണവർ. നല്ല കാര്യങ്ങൾ, നല്ല ഭക്ഷണ പദാർത്ഥങ്ങൾ, കൈനിറയെ സമ്പത്തുകൾ, ദീനാറ് ദിർഹമുകൾ, ഇതുമായിട്ട് മടക്കയാത്ര പോകുന്നത് കാത്തിരിക്കുകയാണ് എന്റെ ഭാര്യ, എന്നെ നൊന്തുപറ്റ എന്റെ ഉമ്മ. അതുകൊണ്ട് തങ്ങള് എനിക്കൊരപേക്ഷയുണ്ട്, അവരോട് പോയിട്ടൊരു യാത്ര പറഞ്ഞിട്ട് മടങ്ങി വരണം. അവിടെ പോയിട്ട്
ഉമ്മറത്തുകൂ പെഞ്ഞായിരത്തുക്ക് മക്കളെ മുട്ടത്തുക്ക് പോയിട്ട് അങ്ങോട്ട് പോയിട്ട് ഒരു യാത്ര കേട്ടിട്ട് നാണ് വേഗമുണ്ട്. കാരണം നണ്ട കാത്തോണ്ടുള്ളാറ് നണ്ടങ്ങ കാത്തോണ്ടുള്ളാറ് എതു നോക്കിയോണ്ടുള്ളാറ് നണ്ടമനാ പർവ്വത്തുക്ക് വലിയ ബേജാറിലിന്നാറ് നാനൂടെ വെച്ചിട്ട് നണ്ട നിങ്ങൾ അങ്ങറിയാണ്ട് കൊന്നുപോയെങ്കിൽ അങ്ങക്കവിടെ വേറെ ആളില്ല തങ്ങള് ഞങ്ങളെ കണ്ടിട്ട് വിശേഷിച്ചിട്ട് വേഗ പറഞ്ഞോ നിങ്ങൾ അവസരം തരണോ വേഗ പറവേണായിട്ട് നിങ്ങൾ ചാൻസ് തരണോ എന്ന് ചെന്നപ്പോ മഹാനായ ഉമർ ഖത്താബ് തങ്ങൾ പറഞ്ഞു ആയിക്കോട്ടെ, പക്ഷേ ഒരു കണ്ടീഷൻ ഉണ്ടോ, ഇവരാളെ ജാമ്യം വെക്കണോ. കാരണം ഈ രാജ്യത്തോണല്ല, ഈ രാജ്യത്തോണായെങ്കിലോ അല്ലെങ്കിലോ ഒരാളെ കൊലക്ക് വിധിച്ചെങ്കിൽ പിന്നെ അവൻ പോയെങ്കിൽ അവന്റെ കൂടെ സെൻട്രൽ ജയിലിൽ വന്നോ മൂന്നിനത്തെ ജാമ്യത്തിൽ വന്നോ 30 കുറവായിട്ട് ഇത്രയുള്ള സെക്യൂരിറ്റിയും പോലീസും അതും ഇതും ഇന്റലിജൻസ് ബ്യൂറോ സൈബർ വിംഗ് അത് ഇത് എല്ലാം ഉള്ള ഈ കാലത്ത് ഇങ്ങനെങ്കിൽ പിന്നെ അന്നത്തെ കാലത്ത് ചൊല്ലാം ഇയാളുടെ അപ്പുണ്ട് ഉമ്മുണ്ട് മക്കുണ്ട് അങ്ങനെ ബാങ്ക് പോയിട്ട് പണ്ട് ചെന്ന് ഇയാൾക്ക് പോകണ്ടല്ലേ ഇയാൾ ബേച്ച മുട്ട കൊണ്ടവരെ പോകണ്ടല്ലേ ഞാൻ മരിക്കരാ ഞാൻ പറല ഞാൻ കൊല്ലുവാറ് എന്ന് ചൊല്ലാൻ പറയുവാ പോയിക്കോ പ്രശ്നമില്ല പോയിട്ട് യാത്ര പറഞ്ഞിട്ട് പോവാ. പക്ഷെ ഒരു കാര്യമുണ്ട് വരുന്നത് വരെ, അതായത് നാളെ ശ്രാമത്താണ്, നാളെ അല്ല നിന്റെ സമയാമനിയത്തിക്ക് 3 ദിവസമാണ് പറഞ്ഞത്. കിതാബുകളിൽ 2-3 അഭിപ്രായങ്ങളെ കാണുന്നുണ്ട്. 1 ദിവസം സമയം കൊടുത്തു, 3 ദിവസം സമയം കൊടുത്തു, എന്തോ ആകട്ടെ പെട്ടെന്ന് പറയപ്പെട്ട ആ ദിവസം നീ. പക്ഷെ ഒരു കാര്യം പകരം ഒരാളെ ജാമ്യം നിർത്തണം. അതായത് നീ പോയിട്ട് വന്നില്ലെങ്കിൽ, നീ പോയിട്ട് പാടുകൂടെ എത്തിയില്ലെങ്കിൽ ആ ടൈം ആകുമ്പോൾ നീ ആര് ജാമ്യം നിപ്പാട്ടി അയാൾ അങ്ങനെ കൊണ്ട് ആറുള്ള റെഡി എന്തും റെഡി അല്ലേ. മംഗളത്തോടെ സപ്ലൈ റെഡി, പുതിയാപ്പിള കൊണ്ടുപോയിട്ട് പുതിയാപ്പിള കുതിനാട്ടിലോട്ട് കൊണ്ടുപോയിട്ട് ചെന്നിട്ട് നേരെ കൊണ്ടുപോയിട്ടോടെ ഭട്കലത്ത് കൊണ്ടുപോയിട്ട് കടപ്പുറത്ത് കൊണ്ടുപോയിട്ട് ചുറ്റുപാട്ടിയിട്ട് എന്തെല്ലാം വേണ്ടാത്തറാക്കിയിട്ട് കുടിച്ചിട്ട് തെമ്മാടിത്തര ചെയ്യും. റെഡി എല്ലാം റെഡി, മാത്രമേ എനിക്ക് റെഡി ഉണ്ടാകും. ജാമ്യത്തിന് റെഡി ഉണ്ടാ ഈ വിഷയത്തില് പിള്ളാറാ. കാരണം അയാൾ വന്നില്ലെങ്കിൽ ഓന്റെ തല ഹത്താം അല്ലേ. ചെറുപ്പക്കാരൻ പറഞ്ഞു തങ്ങളെ ആരെയാണ് ഞാൻ ജാമ്യം നിർത്തുക, എനിക്കാരും ഇവിടെ വേണ്ടപ്പെട്ടവരില്ല, എനിക്കാരെയും പരിചയമില്ല, ഇതെന്റെ നാടല്ല. പരിചയങ്ങളുള്ളവർ തന്നെയായാലും എന്റെ കേസിനാരും ജാമ്യം നിൽക്കില്ല. കാരണം എന്റെ കേസ് കുറച്ച് ഗുരുതരമാ, ഗംഭീരമാ, എന്റെ അവസ്ഥയതാ. അതുകൊണ്ട് ഞങ്ങളെ ഞാനെന്ത് പറയാനാ എന്ന് പറഞ്ഞിട്ടാ ചെറുപ്പക്കാരൻ്റെ 1-2 മിനിറ്റുകൾ 1-2 സെക്കൻഡുകൾ നിറകണ്ണുകളോട് ചുറ്റുഭാഗത്തുള്ളവരെ നോക്കുകയാണ്. അവിടെ വലിയവരായ സഹാബികളുണ്ട്, വലിയവരായ മഹാന്മാരുണ്ട്. അവരിലേക്ക് വളരെയധികം ബേജാറോടെ ദുഃഖത്തോടെ ഇങ്ങനെ നോക്കുകയാ. ആരാണ് എനിക്ക് ജാമ്യം നിൽക്കുന്നത്? ഇല്ല, ഒരാളുമില്ല. ആ സമയത്തതാ മഹാനായ അബൂദർ റളിയല്ലാഹു അൻഹു അവിടെ അടുത്തു വന്നു. എന്നിട്ട് ഉമർ ഖത്താബ് തങ്ങളോട് പറയുകയാ, തങ്ങള് അയാള് പോയിക്കോട്ടെ, ഭാര്യ മക്കളെ കണ്ടിട്ട് സന്തോഷത്തോടെ വരട്ടെ, അതുവരെ ഞാൻ അയാൾക്ക് ജാമ്യമാണ്. അബൂദർന്റെ മുമ്പിൽ വന്നപ്പോ എല്ലാവരും ബേജാറായി. കാരണം അയാളെ വന്നല്ലെങ്കിൽ ഇയാളെ തല പോകല്, അയാളാണെങ്കിൽ എനിക്ക് കുറവുള്ള വിഷയമാ, അയാളാർക്കും നിർത്തയില്ല. അയാളെ കിട്ടിയ ചാൻസ് ചെന്നിട്ട് ചിലപ്പോ അമേരിക്ക പറ്റിയെങ്കില ഔത്തുകല്ല, അമേരിക്ക പോലും അയാൾ പോവല്ലേ, ഓടുവല്ലേ, കിട്ടിയ ചാൻസ് അല്ലേ. അപ്പൊ പിന്നെ കൂടെ നട്ടാറിയ ആളുകള് ഇയാളെ തലല്ല പോണ്ടത്. ആരാണ് അബൂദർ? ആരാണ് അബൂദർ? എത്ര വലിയ മഹാന തങ്ങളുടെ സന്തത സഹചാരികളിൽ പ്രമുഖനായ, അടുത്ത മിത്രങ്ങളിൽ പ്രമുഖനായ, സഹാബികളിൽ പ്രഗത്ഭനായ ഉമർ ഖത്താബ് തങ്ങൾ എന്ന ഭരണാധികാരിയുടെ സലഹ
സമിതിയിലെ ഒരു പ്രമുഖാംഗമായ ഉപദേശകനായ തലാനുതങ്ങളും വന്നിട്ട് എതിർല് വന്നു നിന്നിട്ട് ഞാൻ ജാമ്യം നിൽക്കണമെന്ന് ചൊന്നപ്പോ ആൾമാർ ബേജാറായി. ഉമർ ഖത്താബ് തങ്ങളും പേടിച്ചു പോയി. കാരണം ആറുമോ എതിർവ് വന്നിപ്പോ ജാമ്യത്തിൽ അയാൾ വന്നില്ലെങ്കില്ല ഇത് വലിയ നഷ്ടല്ലേ? എന്താകുന്നില്ല. അയാൾക്ക് ഭയങ്കര സന്തോഷമായി. ചുരുക്കട്ടെ സഹോദരങ്ങളെ, ചെറുപ്പക്കാരനതാ യാത്ര പോവുകയാണ്. പോകുന്ന സമയത്ത് പറഞ്ഞു, തങ്ങളെ ഞാൻ വന്നത് കുതിരപ്പുറത്താ, വട്ടകപ്പുറത്താ. എന്റെ വട്ടകം കൊല ചെയ്യപ്പെട്ടു. അതാണല്ലോ എന്റെ മേലെ ഈ കേസിന്റെ കാരണം. എങ്കിൽ എനിക്ക് നിങ്ങൾ പറഞ്ഞതുപോലെ 3 ദിവസം കഴിഞ്ഞിട്ട് മാരിവിന്റെ മുമ്പിൽ ഇവിടെ എത്തണം. അസർ കഴിഞ്ഞ് മാരിവിന്റെ ഇടയ്ക്ക് എനിക്ക് ഇവിടെ എത്തണം. അത് എത്തണമെങ്കിൽ എനിക്ക് നിങ്ങൾ നല്ലൊരു വാഹനത്തെ ഏർപ്പാടാക്കി തരണം. ചുരുക്കട്ടെ, ഒരു കുതിര ഏർപ്പാടാക്കപ്പെട്ടു. ചെറുപ്പക്കാരനതാ എല്ലാവരോടും യാത്ര പറഞ്ഞു. മഹാനായ അവിടെ ജാമ്യക്കളത്തിൽ നിൽക്കുന്ന അബൂദർ റളിയല്ലാഹു തആല നിങ്ങൾക്ക് കൈ കൊടുത്തിട്ട് ശരവേഗത്തിൽ ഓടുന്നു, നാട്ടിലേക്ക് പറക്കുന്നു. സുബ്ഹാനല്ലാഹ്, നീണ്ട ചരിത്രമാണ്. ചെറുപ്പക്കാരൻ അങ്ങനെ പോവുകയാ. ഉമ്മാനെ കാണുന്നു, ബാപ്പാനെ കാണുന്നു, മക്കളെ കാണുന്നു. വരുന്ന സമയത്ത് കൈ നിറയെ മിഠായും മധുര പലഹാരങ്ങളും നല്ല വസ്ത്ര ഉടുപ്പുകളും എല്ലാമായിട്ട് വരുന്ന ബാപ്പ വെറും കൈയോടെ വരുന്നത് കണ്ടപ്പോ ഉമ്മാന്റെ മനസ്സ് പൊട്ടി, ഭാര്യയുടെ കൽബ് തകർന്നു. കുഞ്ഞുങ്ങള് ബേജാറായി. മകനതായി ചെറുപ്പക്കാരനതാ അവരോട് കഥ പറഞ്ഞു കൊടുത്തോ. മക്കളോട് പറഞ്ഞില്ല, ഭാര്യയോടും ഉമ്മയോട് കഥകൾ പൂർണ്ണമായും പറഞ്ഞു. സത്യസന്ധനായ ചെറുപ്പക്കാരൻ, മതബോധമുള്ള ചെറുപ്പക്കാരൻ, നീതിബോധമുള്ള ചെറുപ്പക്കാരൻ, ധാർമ്മിക ബോധമുള്ള ചെറുപ്പക്കാരൻ, അല്ലാഹനെ അറിഞ്ഞ ചെറുപ്പക്കാരൻ. സുബ്ഹാനല്ലാഹ്. ഉമ്മയോട് പറഞ്ഞ, ഭാര്യയോട് പറഞ്ഞ, മക്കളോട് പറഞ്ഞിട്ട് യാത്ര വരാൻ നോക്കുമ്പോ ഭാര്യ പറഞ്ഞു, പോവല്ലേ, ആരുണ്ടെനിക്ക് പോകരുത് എന്ന് പറഞ്ഞപ്പോ അവളെ കൈ തട്ടി മാറ്റുകയാ. അരുമ കുഞ്ഞുങ്ങളില്ലേ, കരളിന്റെ കഷ്ടങ്ങളാകുന്ന പൂവൈതലുകളാ, ചെറിയ മക്കള്. അവരതായി സഹോദരന്റെ വസ്ത്രത്തിന്റെ കോന്തല പിടിച്ചു, മുണ്ടിന്റെ കോൻകൊടി പിടിച്ചിട്ട് കരയുന്നു. ബാപ്പാനെ ഇടതും വലുതും കൈ പിടിച്ചിട്ട് കരയുന്നു. കാണിലേക്ക് വീണിട്ട് കരയുകയാ. പോകരുതുപ്പാ, ഞങ്ങളെ ഒഴിവാക്കി പോവുകയാണോ? ഞങ്ങളെ വേണ്ട ബാപ്പാ, നിങ്ങൾ പോയാൽ ഞങ്ങൾക്കാരാണ് ബാപ്പാ, പോവല്ലേ. ഇല്ല, ചെറുപ്പക്കാരൻ കേട്ടില്ല. ഉമ്മാനോടും ഭാര്യയോടും പിരിശപ്പെട്ട മക്കളോടും എല്ലാ നിലക്കുള്ള യാത്രകളും പറഞ്ഞ് നിറകണ്ണുകളോടെ വിഷമത്തോടെ അയാളതാ മടങ്ങുന്നു മദീനയിലേക്ക്. സുബ്ഹാനല്ലാഹ്, പറയപ്പെട്ട സെക്കൻഡുകളിൽ ഇവിടെ കഴിഞ്ഞു. ചെറുപ്പക്കാരനെ കാണുന്നില്ല. ഇല്ല ഇല്ല, പറയപ്പെട്ട നേരം ഇവിടെയായി. ഈ കളപ്പിന്, ഈ കളത്തില്, അതെ, ഈ കോടതിയില്, ഈ കോർട്ടില് ഉമർ ഖത്താബ് തങ്ങളുടെ പരിശുദ്ധമായ രാജദർബാറില് അയാള് വരുമെന്ന് പറയപ്പെട്ട അസർ നമസ്കാരം കഴിയുകയാണ്. അസറിന്റെ സമയം കഴിഞ്ഞു. സമയം 5 മണി കഴിഞ്ഞു. ചെറുപ്പക്കാരനെ കാണുന്നില്ല. മാരിവിന്റെ മുമ്പെങ്ങാനും എത്തിയില്ലെങ്കിൽ ഇന്നത്തെ മാരിവിന പടിഞ്ഞാറൻ ചക്രവാളത്തിൽ സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് ഈ പറയപ്പെട്ട ചെറുപ്പക്കാരനെങ്ങാനും ഈ കളത്തിലെത്തിയില്ലെങ്കിൽ പകരം ഇവിടെ കൊല ചെയ്യപ്പെടുന്നത്, കൊല്ലുന്നത്, പകരമെടുക്കുന്നത്, ഖിസാസ് എടുക്കുന്നത് മഹാനായ പ്രഗൽഭനായ അബൂദർ റളിയല്ലാഹു തആല തങ്ങളെയാണ്. സുബ്ഹാനല്ലാഹ്, നിമിഷങ്ങൾ അങ്ങനെ കടന്നു പോകുന്നു, മണിക്കൂറുകൾ കടന്നു പോകുന്നു. മാരിവിന്റെ സമയമാകാരായി. ചെറുപ്പക്കാരനെ കാണുന്നില്ല. അതേ മഹാനായ ഉമർ
തങ്ങളതാ സഹാബികളോട് പറഞ്ഞു, നാട്ടുകാരോട് വിളിച്ചു പറയാൻ, നാട്ടുകാരോട് അനുസ്മരണം ചെയ്യാൻ, നാട്ടുകാരോട് കങ്കുറ പാലിച്ചിട്ട് പറയാൻ എന്തെന്ന് ഈ വിളിയാളം നാട്ടുകാരോട് പറയാൻ വേണ്ടിയിട്ട് പുറപ്പെട്ടപ്പോ പറഞ്ഞപ്പോ സുബ്ഹാനല്ലാഹ്, പരിസരവാസികളും സഹാബികളും എല്ലാവരും അതാ മഹാനായ അബൂ ദർ റളിയല്ലാഹു തആല തങ്ങളും ഉമർ ഖത്താബ് തങ്ങളെ അമർത്തിലെത്തുന്നു. ഉമർ ഖത്താബ് തങ്ങളുടെ നാട്ടുകാരോട്, വേണ്ടപ്പെട്ടവരോട്, നേതാക്കളോട്, അബൂ ദർ തങ്ങളോടൊക്കെയും പറഞ്ഞു, അതെ ഇന്നത്തെ നേരം ഓർമ്മയുണ്ടോ? നിങ്ങൾ ഒരാൾക്ക് ജാമ്യം നിന്ന സമയമാണ്, ഇപ്പയാളെ കാണുന്നില്ല. അതുകൊണ്ട് ഇനി അതിന് പകരമെടുക്കുക നിങ്ങളെയാണ് എന്ന് പറഞ്ഞപ്പോ അതേ സമയമായി 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 അതേ അവിടെ നിന്ന് പകരമെടുക്കാൻ വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങൾ സ്വീകരിക്കാൻ അതിന് വേണ്ടപ്പെട്ടവർ മുമ്പിലേക്ക് വന്നിട്ട് നിൽക്കുകയാ. മഹാനായ അബൂ ദർ റളിയല്ലാഹു തആല തങ്ങൾ അവിടെ നിന്ന് മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തുന്നു. മിനിറ്റുകൾ കഴിഞ്ഞാൽ അബൂ ദർ റളിയല്ലാഹു തആല തങ്ങൾ ഈ ലോകത്ത് നിന്ന് വിട പറയും കേട്ടോ, പകരമെടുക്കും കേട്ടോ, പകരമെടുക്കപ്പെടും കേട്ടോ. സുബ്ഹാനല്ലാഹ്, കളത്തിൽ നിർത്തപ്പെട്ടു. സഹാബികളെല്ലാം വളരെ വിഷമത്തില, വല്ലാത്ത ബേജാറില. അവർക്കൊക്കെയും വേണ്ടപ്പെട്ട എല്ലാവർക്കും വിരിശപ്പെട്ട നാടിന്റെ പ്രധാനപ്പെട്ട ഉമർ ഖത്താബ് തങ്ങളെ ആ ഭരണസമിതിയിലെ പ്രധാനംഗമായ നബി തങ്ങളെ പ്രമുഖ സഹാബിയായ അബൂ ദർ റളിയല്ലാഹു തആല തങ്ങളെ ഒരാൾക്ക് വേണ്ടിയിട്ട് കൊല ചെയ്യപ്പെടുന്നു, ഏറ്റെടുത്തത് പ്രകാരം കരാറ് പാലിക്കപ്പെടുന്നു എന്നറിഞ്ഞപ്പോ ജനങ്ങൾ വല്ലാത്ത വിഷമത്തിലായി, ബേജാറിലായി. അവരെല്ലാവരും ഇവിടെ തടിച്ചുകൂടുന്നു. സമയമാകുന്നു, മരണമണി മുഴങ്ങുന്നു, മരണമണി മുഴങ്ങുന്നു, നേരമാകുന്നു. ഉമർ ഖത്താബ് തങ്ങൾ ആ കൊലക്കളത്തിൽ വന്നിട്ട് നിൽക്കാൻ വേണ്ടി പറയുകയാ. ചരിത്രം പറയുന്നു, സുബ്ഹാനല്ലാഹ്, നിറകണ്ണുകളോട് അബൂ ദർ റളിയല്ലാഹു തആല തങ്ങളെ നോക്കിയിട്ട് സഹാബികൾ അങ്ങനെ നെടുവീർപ്പിടുമ്പോ ഉള്ളിന്റെ ഉള്ളിൽ മനസ്സിന്റെ ഉള്ളിൽ ആ ചെറുപ്പക്കാരനെ സല്ലാടത്തിട്ട് കൊണ്ടിരിക്കുമ്പോ അതാ ചെറുപ്പക്കാരൻ കുതിരപ്പുറത്ത് ശരവേഗത്തിൽ വരുന്നു. സൂര്യനസ്തമിക്കാൻ നിമിഷങ്ങൾ മാത്രമാ, സെക്കൻഡുകൾ വെച്ചിട്ട് ആ ചെറുപ്പക്കാരൻ പർവ്വതത്തിന്റെ സൈഡിലൂടെ, കുന്നിന്റെ മലഞ്ചെരുവിലൂടെ അതാ പൊടിപടലം പരത്തിക്കൊണ്ട്, ധൂളികൾ ഇങ്ങനെ പറത്തിക്കൊണ്ട് കുതിരപ്പുറത്തേറി പാഞ്ഞു വരികയാ. ആ ചെറുപ്പക്കാരനെ കണ്ടപ്പോ ഉമർ ഖത്താബ് തങ്ങൾ പറഞ്ഞു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. സഹാബികളും നോക്കിയിട്ട് പറഞ്ഞു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. അയാൾ നേരെ ചെല്ലുന്നു, ഉമർ ഖത്താബ് തങ്ങൾക്ക് കൈ കൊടുക്കുന്നു, സലാം പറയുന്നു, നേരെ ചെല്ലുന്നു അബൂ ദർ റളിയല്ലാഹു തആല തങ്ങളുടെ മുമ്പിൽ. അബൂ ദർ റളിയല്ലാഹു തആല തങ്ങളെ കൈ പിടിച്ചിട്ട് പറയുകയാ, മാപ്പ, മനഃപൂർവ്വം കേട്ടായതല്ല, അറിഞ്ഞുകൊണ്ട് കേട്ടായതല്ല, വളരെ സ്പീഡിൽ ഞാൻ അങ്ങ് വരികയാണ്, പെട്ടെന്ന് എത്തണമെന്ന് കരുതിയിട്ട് വരികയാണ്. അങ്ങനെ വരുമ്പോ എനിക്ക് വഴി തെറ്റിപ്പോയി, അതുകൊണ്ട് തെല്ല് മിസ്റ്റേക്കായില്ലേട്ടായി, അറിഞ്ഞുകൊണ്ടല്ല. പൊരുത്തപ്പെടണേ, മാറി നിന്നോളൂ, ഞാൻ റെഡിയാണ് എന്ന് പറഞ്ഞപ്പോ അതുവരേക്കും അയാളെ മനസ്സിൽ പ്രാഗിയവർ, മനസ്സിൽ അതും ഇതും പറഞ്ഞവർ ആ സമയത്ത് അയാളെ നോക്കിയിട്ട് കണ്ണുനീർ ഒലിപ്പിക്കുകയാ. സുബ്ഹാനല്ലാഹ്, എത്ര നല്ല ചെറുപ്പക്കാരനാ, എത്ര നല്ല അല്ലാഹുവിന്റെ പേടിയുള്ള ചെറുപ്പക്കാരനാ. ഉമർ ഖത്താബ് തങ്ങൾ അയാളോട് ചോദിച്ചു, അതെ ഇനി അയാളെ കൊല ചെയ്യപ്പെടാൻ വേണ്ടി പോവുകയാ, അയാളെ തലവെട്ടാൻ വേണ്ടി പോവുകയാ. അതിന്റെ ഇടയില് ആ ചെറുപ്പക്കാരനോട് ചോദിച്ചു, അല്ല ചെറുപ്പക്കാരാ,
നിന്റെ അഡ്രസ് ഞങ്ങളുടെ കയ്യിലില്ല. നിന്റെ ആധാർ കാർഡ്, ഐഡന്റിറ്റി കാർഡ്, റേഷൻ കാർഡ്, പാസ്പോർട്ട്, മറ്റേ ഫോട്ടോ കോപ്പി ഒന്നും ഞങ്ങളുടെ കയ്യിലില്ല. നിന്റെ നാടറിയില്ല, പേരറിയില്ല, ഊരറിയില്ല, ഒന്നും അറിയില്ല. നിനക്ക് പഠിക്കാമായിരുന്നില്ലേ? നിനക്ക് അവിടെ നിന്ന് തപ്പിക്കാമായിരുന്നില്ലേ? നിനക്ക് രക്ഷപ്പെട്ടുകൂടായിരുന്നോ എന്ന് ചോദിച്ചപ്പോ ആ ചെറുപ്പക്കാരൻ നിറകണ്ണുകളോടെ പറഞ്ഞു, അതേ തങ്ങള്, എനിക്ക് നിങ്ങളെ അറിയില്ലെങ്കിലോ, നിങ്ങൾക്ക് എന്റെ അഡ്രസ് അറിയില്ലെങ്കിലോ, എന്റെ പേരറിയില്ല, നാടറിയില്ല, എന്നാലും എല്ലാം അറിയുന്ന റബ്ബില്ലേ. വല്ലാഹു യഅലമു ഖായിനത്തുൽ അയുനി വമാ തുഖ്ഫി സുദൂർ. അവനെ മറച്ചു വെക്കാൻ കഴിയുമോ? ആര് വന്നിട്ട് ഓടിയാലും, ആരോട് വഞ്ചന കാണിച്ചാലും, ആരോട് ചതി കാണിച്ചാലും മേലായ റബ്ബിനോട് ചതി കാണിച്ചിട്ട് രക്ഷപ്പെടാൻ കഴിയുമോ? അവനെ പേടിച്ചിട്ട് ഞാൻ വന്നതാണ്, അവനിൽ നിന്നിട്ട് ഞങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. അതാണ് ഞാനിവിടെ എത്താൻ കാരണം. ലേറ്റായത് ഒന്ന്, ഞാൻ സ്പീഡിലെത്താൻ വേണ്ടി ശ്രമിച്ചപ്പോ എനിക്ക് വഴിതെറ്റിപ്പോയതാണ്. പിന്നെ ഒന്ന്, എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴേ കുറച്ച് ലേറ്റായതാണ്. കാരണം എന്റെ മക്കൾ ഉപേക്ഷിച്ചിട്ട് വരണ്ടയോ, എന്റെ ഭാര്യ ഉപേക്ഷിച്ച് വരണ്ടയോ, ഉമ്മാനെ അടക്കിയിട്ട് വരണ്ടയോ, പെറ്റുമ്മാനെ അടക്കിയിട്ട് ഉപേക്ഷിച്ചിട്ട് വരണ്ടയോ. അങ്ങനെ വരുമ്പോ അവർ എന്നെ വിട്ടില്ല. അവസാനം എന്റെ മക്കൾക്ക് ചുംബനം കൊടുത്തിട്ട് അവരെ ചേർത്ത് പിടിച്ചു മുത്തിയിട്ട് എന്നെ കെട്ടിപ്പിടിച്ചിട്ടുള്ള അവരുടെ നല്ല കൈകളെ ഞാൻ ഫലമായി പിടിച്ചു മാറ്റിയിട്ട് ഞാനങ്ങ് ഇറങ്ങുമ്പോ കുറച്ച് ലേറ്റായി പോയി തങ്ങള്. അതോടൊപ്പം എനിക്ക് വഴിയും കുറച്ച് തെറ്റിപ്പോയി, മിസ്സായി പോയി. അതാണ് ലേറ്റായതെന്ന് പറഞ്ഞപ്പോ മഹാനായ അബൂദർ റളിയല്ലാഹു തആല തങ്ങളോട്, അബൂദർ ആ സമയത്ത് ആ ചെറുപ്പക്കാരൻ കളക്കപ്പിനെ ആ കൊലക്കളത്തിൽ കണ്ടപ്പോ, നല്ലവനായ ചെറുപ്പക്കാരന്റെ ഈ നല്ല സത്യസന്ധത കണ്ടപ്പോ, ഈ ഒരു മതബോധം കണ്ടപ്പോ, ഈ ഒരു അള്ളാഹുവിനോടുള്ള ബോധം കണ്ടപ്പോ, പടച്ച റബ്ബിനോടുള്ള ചഞ്ചലമായ പേടിയും വിശ്വാസവും കണ്ടപ്പോ, ആ മക്കളാകുന്ന ചെറുപ്പക്കാരില് മരണപ്പെട്ട വയസ്സന്റെ മക്കളാകുന്ന ബാല്യക്കാര് അവരും നല്ലവരാണ്, അവരും നല്ലവരാണ്. അവർ മഹാനായ ഉമർ ഖത്താബ് തങ്ങളോട് പറഞ്ഞു, തങ്ങളെ കൊല്ലല്ലേ, ഞങ്ങൾ പൊരുത്തപ്പെട്ടിരിക്കുന്നു, പകരം വേണ്ട, പകരം വേണ്ട. അതേ കൊല്ലപ്പെടാൻ വേണ്ടി, തലയെടുക്കാൻ വേണ്ടി, പകരമെടുക്കാൻ, പ്രതികാരമെടുക്കാൻ കാഫിലെ കൊലക്കളത്തിൽ നിർത്തപ്പെട്ട ചെറുപ്പക്കാരനെ മാറ്റുകയാ. അയാളെ രക്ഷപ്പെട്ടു, അയാളെ രക്ഷപ്പെടുത്തി മാറ്റി നിർത്തിയ സമയത്ത് മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു തആല തങ്ങള് ബഹുമാനപ്പെട്ട അബൂദർ തങ്ങളോട് ചോദിക്കുകയാണ്, അല്ല അബൂദർ, ഊരറിയാത്ത, പേരറിയാത്ത, നാടറിയാത്ത, അഡ്രസ് ഇല്ലാത്ത ഈ ചെറുപ്പക്കാരന് ജാമ്യം നിൽക്കാൻ നിങ്ങൾ തയ്യാറായതെന്റെ? ഈ നാടും അഡ്രസ്സും ഇല്ലാത്ത ഇവിടെ അറിഞ്ഞിട്ട് ബാപ്പാക്ക് 5 പൈസ കൊടുക്കാത്ത കാലം മാത്രം അല്ലേ? ബാപ്പാക്ക് ഒരു ഗണേഷ് വീട് പോലും മേങ്ങിട്ട് കൊടുക്കാത്ത കാലം, ഒരു 5 പൈസക്ക് ഉപകാരമില്ലാത്ത കാലം അറിയുന്നവർ. പിന്നെ ഈ ആരും അറിയാത്ത, ഒരു അഡ്രസ് ഇല്ലാത്ത, നാടില്ല, നാടകമില്ല, ഒന്നും അറിയില്ല. അങ്ങനെയുള്ള ഈ മനുഷ്യന് നിങ്ങൾ ഒന്നും മുന്നും പിന്നും നോക്കാണ്ട് സഡൻലി ഒരു ജാമ്യക്കാരനായിട്ട് നിൽക്കാൻ കാരണം എന്താ? ഏതിയിൽ എന്ന് ചോദിച്ചപ്പോ മഹാനായ അബൂദർ റളിയല്ലാഹു തആല തങ്ങൾ പറഞ്ഞു, അതെ, ഞാൻ അങ്ങനെ ജാമ്യം നിൽക്കാൻ കാരണം, وخشيتم أن يقال لقد ذهب الوفاء باللهد من الناس. അതെ, ചെറുപ്പക്കാരനോട് മഹാനായ അബൂദർ തങ്ങളോട് ചോദിച്ചു, പേരറിയാത്ത, നാടറിയാത്ത, അഡ്രസ് ഇല്ലാത്ത ഇയാൾക്ക് നിങ്ങൾ ജാമ്യം നിൽക്കാൻ കാരണം എന്ത്? നിങ്ങൾക്ക് പേടിയായില്ലയോ? നിങ്ങൾക്ക് തല പോകുമെന്ന് പേടിയായില്ലേ? അയാൾ വന്നില്ലെങ്കിൽ നിങ്ങളെ അഡ്രസ് കാണില്ല എന്ന ഓർമ്മ വന്നില്ലേ? എന്തേ നിങ്ങൾ അങ്ങനെ റെഡിയായി ജാമ്യം നിൽക്കാൻ എന്ന് ചോദിച്ചപ്പോ മഹാൻ പറഞ്ഞ മറുപടി, അത് അബൂദർ തങ്ങൾ പറയുകയാ,
خشيت أن يقال لقد ذهب الخير من الناس. ഗുണം ചെയ്യുന്ന മനുഷ്യന്മാർ ലോകത്തില്ലാതെ പോയല്ലോ, ഉപകാരം ചെയ്യുന്ന മനുഷ്യന്മാരില്ലാതെ പോയല്ലോ, ഒരു അല്പിനുള്ള മനുഷ്യന്മാരില്ലാതെ പോയല്ലോ എന്ന് ജനങ്ങൾ പറയുമോ എന്ന് ഞാൻ പേടിച്ചുപോയി. ജാമ്യം നിൽക്കാൻ ആരെങ്കിലും ഇല്ലേ എന്ന് കേട്ടിട്ട് ഞാൻ നിന്നില്ലെങ്കിൽ മനുഷ്യന്മാരെല്ലാം പറയാൻ എന്തെന്ന്, ഒരു ഗുണം ചെയ്യാൻ ഒരാളില്ല, ഒരു കഷ്ടകാലത്തൊന്ന് സഹായിക്കാൻ ഒരൽപ്പാക്കാം, ഒരു മനുഷ്യന്മാരില്ലല്ലോ എന്ന് മനുഷ്യന്മാർ പറയുമല്ലോ, ഇത് പേടിച്ചിട്ടാണ് ഞാൻ നിന്നെ. അങ്ങനെ വരരുത്, അങ്ങനെ വരരുത്. ജനങ്ങൾക്ക് ഗുണം ചെയ്യുന്ന ഒരു കാലം അത് ലോകത്ത് എന്നുമെന്നും ഉണ്ടാകണം, എന്നുമെന്നും ഉണ്ടാകണം, എപ്പോഴും ഉണ്ടാകണം. സുബ്ഹാനല്ലാഹ്. അങ്ങനെ പറയപ്പെടാൻ പാടില്ല എന്ന് കരുതിയിട്ടാണ് ഞാൻ ജാമ്യം നിന്നത് എന്ന് പറഞ്ഞപ്പോ മഹാനായ ചെറുപ്പക്കാരനോട് മഹത്താപതങ്ങൾ ചോദിച്ചു, അല്ല ചെറുപ്പക്കാരാ, അതേ നിനക്ക് മണിക്കാമായിരുന്നില്ലേ, നിനക്ക് മുങ്ങാമായിരുന്നില്ലേ, നിനക്ക് രക്ഷപ്പെടാമായിരുന്നില്ലേ? കാരണം നിന്നെ ഞങ്ങൾക്കറിയില്ല, പേരറിയില്ല, നാടറിയില്ല, ഊരറിയില്ല, ഒന്നും അറിയാത്ത നീ പിന്നെയും വന്നതെന്തേ എന്ന് ചോദിച്ചപ്പോ ആ ചെറുപ്പക്കാരൻ പറഞ്ഞ മറുപടി എന്തറിയോ? അയ്യോ കാല ലഖദ് ദഹബൽ വഫാഉ ബിൽഹദി മിനന്നാസ്. കരാറ് പാലിക്കുന്ന മനുഷ്യന്മാർ, എഗ്രിമെന്റ് അനുസരിച്ച് നീങ്ങുന്ന മനുഷ്യന്മാർ, നീതിയുള്ള മനുഷ്യന്മാർ ലോകത്തില്ലാതെ പോയോ എന്ന് ജനങ്ങൾ പറയുമോ എന്ന് ഞാൻ പേടിച്ചുപോയി. അതുകൊണ്ട് ആ കരാറ് പാലിക്കുന്ന ഒരു സമ്പ്രദായം അത് ലോകത്തെന്നു നിലനിൽക്കേണ്ടതുണ്ട്. അത് എന്നെ കൊണ്ട് നഷ്ടപ്പെടരുത് എന്നോർത്തിട്ട് ഞാൻ വന്നതാണെന്ന് ചെറുപ്പക്കാരൻ പറഞ്ഞപ്പോ മഹാനായ മഹത്താപതങ്ങള് ആ രണ്ട് ബാല്യക്കാരാകുന്ന വയസ്സന്റെ കൊല്ലപ്പെട്ട വയസ്സന്റെ മക്കളോട് ചോദിച്ചു, അല്ല മക്കളെ, നിങ്ങൾ മാപ്പ് ചെയ്യാൻ കാരണമെന്താ? കൊല ചെയ്യപ്പെടണം, കൊല്ലപ്പെടണം, പകരമെടുക്കണം, പ്രതികാരമെടുക്കണം എന്നോർത്തിട്ടാണല്ലോ നിങ്ങൾ ഇവിടെ ഇയാളെ കൊണ്ടുവന്നത്. ഇപ്പൊ നിങ്ങൾ അയാൾക്ക് പൊരുത്തപ്പെടാനുള്ള, മാപ്പ് ചെയ്യാനുള്ള കാരണം എന്തേ എന്ന് ചോദിച്ചപ്പോ ആ ചെറുപ്പക്കാര് പറഞ്ഞ മറുപടി എന്തറിയോ? പൊരുത്തപ്പെടുന്ന ആൾമാരില്ലാണ്ടായല്ലേ, മാപ്പ് ചെയ്യുന്ന മനുഷ്യന്മാർ മൂത്തായി പോയാറല്ലേ, ജനങ്ങളെ തെറ്റുകുറ്റങ്ങൾ മറക്കുന്ന ആൾമാർ ലോകത്തിലല്ലേ എന്ന ആൾമാർ ചൊല്ലുവാർ. അത് പാടില്ല. അങ്ങനത്തെ ആൾമാർ കൊതീറ. ഇവിടെ ജനങ്ങളെ തെറ്റുകുറ്റങ്ങളെ മറക്കുന്ന, പൊറുക്കുന്ന, തെറ്റുകുറ്റങ്ങൾ വല്ലതും വന്നു പോയാൽ അത് മറക്കുന്ന ആൾമാരുടെ തിയാമം നാളോളം വേണം. അപ്പൊ ഇത്രയെല്ലാം നല്ല മനുഷ്യന്മാരുണ്ടാകുമ്പോ ഇതുപോലെയുള്ളവരുടെ തെറ്റുകുറ്റങ്ങൾ മറക്കുന്നവരും ഉണ്ടാകണം എന്നോർത്തിട്ടാണ് ഞങ്ങൾ മറന്നത് എന്ന് ആ ചെറുപ്പക്കാര് പറഞ്ഞുവെങ്കിൽ എന്റെ വയത് കേൾക്കുന്ന സഹോദരാ, ചെറുപ്പക്കാരാ, ഞങ്ങളുടെ ജീവിതത്തിൽ സത്യസന്ധതയുണ്ടോ? നീതിബോധമുണ്ടോ? എന്ന ഒരു സ്വഭാവം നമുക്കില്ല. പള്ളിയുമായിട്ട് നമുക്ക് ബന്ധമില്ല, സംസ്കാരവുമായിട്ട് നമുക്ക് ബന്ധമില്ല, പള്ളിയുമായിട്ടുള്ള ഒരു ഏർപ്പാട് നമുക്കില്ല. പള്ളി മിനാരത്തിൽ നിന്ന് ബാങ്കുലി മുടങ്ങുമ്പോ ഹയ്യാല് സ്വലാ എന്ന് കേൾക്കുമ്പോ ഞങ്ങളെ ചെറുപ്പക്കാര ഗ്രൗണ്ടിലാണ്, കളികളത്തിലാണ്. ഞങ്ങളെ ബാല്യക്കാർക്ക് പെണ്ണുമക്കള് തറവായിലാണ്. ഇത് ചൊല്ലുമ്പോ ഞങ്ങൾ അബ്ബവും ചൊല്ലണം, ഞങ്ങൾ ധാരാവായി നോക്കുന്നത് ശരിക്കും ചൊല്ലണം. ആര് ചൊല്ല അബ്ബ ഉമ്മാറായ ആൺമാരിൽ ചൊല്ലു. ഉസ്താദ് നിങ്ങളെ വേറെ എന്താ വേണം? ധാരാവായി. അപ്പൊ ധാരാവായി ഇല്ലാണ്ട് ഞങ്ങളെ ഉമ്മക്കും ഞങ്ങളെ പെണ്ണൊക്കെ ഓർക്കയില്ല. എത്ര പെണങ്ങി അമ്മായി മറുമോളായെങ്കിലും ഈ ധാരാവായി നോക്കുമ്പോ ഭയങ്കര മിസ്സലാണ്. എന്തൊരു സൗഹൃദം, എന്തൊരു കോമ്പിനേഷൻ, എന്തൊരു ഐക്യം, എന്തൊരു ഒരേ കുറിച്ചിൽ ചെണ്ടാണ് മടിയിൽ അമ്മായും മടിയിലും അവിടെ മാത്രം പിന്നെ അങ്ങനെ പിടിച്ചും കിട്ടാൻ കൂടെ ഉണ്ടാണല്ല ഒരേ കസാല നീക്കില്ല നല്ല കേട്ടത് ധാരാവായി നോക്കുന്നതുകൊണ്ടാണ് കൂടാകണ അമ്മായി മടിയിലേക്ക്
അതല്ല കേട്ടത് എല്ലായിടത്തുണ്ട്. ഞങ്ങളെ നല്ല സമയം അതിന്റെ മുമ്പിൽ ജയിച്ചിട്ട് പോയി. പണ്ടത്തെ പോലെ മാരിവിന്റെ സമയത്ത് ഖുർആനോത്തില്ല, മക്കളെ ഓത്തും വയ്ക്കുകയില്ല, വയസ്സന്മാരെ നിസ്കാരം നിലപാട് മോദിക്കില്ല. മാരിവിന്റെ സമയമായ പരന്തുള്ളിൽ ഇത്തരത്തിലുള്ള കർമ്മങ്ങളില്ല, ആചാരങ്ങളില്ല, നല്ല നല്ല ഏർപ്പാടുകളില്ല. ഇല്ല, എല്ലാം അസ്തമിച്ചോ, എല്ലാം നഷ്ടപ്പെട്ടോ. ചോദിക്കട്ടെ പള്ളി മിനാരത്തിൽ നിന്ന് മാരിവിന്റെ ഭാഗ്യ കേട്ടപ്പോ നിസ്കരിച്ച ബാല്യക്കാർക്ക് പെണ്ണിനെ കാണുമോ? അള്ളാനെ ഓർത്തിട്ട് കരഞ്ഞ പെണ്ണിനെ കാണുമോ? ആണോ? ഏത് വയല് കേട്ടിട്ട് എത്ര ബാല്യക്കാരൊക്കെ കരഞ്ഞാറ്? വയല് കേട്ടിട്ട് എന്ത് പഞ്ഞില്ല. നൗഷാദ് ബാക്കി ഒരു ഉസ്താദുണ്ടോ, സിംസാറിലെ ഒരു ഉസ്താദ് കൂടുണ്ടോ, കനിയ ഉദയ ഉസ്താദിന്റെ അപ്പുറത്തുണ്ടെന്ന് പറഞ്ഞിട്ട് എന്ത് പാച്ചളി. ആ വലിയ വലിയ ഉസ്താദുമാർ, വലിയ വലിയ വയലുകാരെന്നുള്ള ആഫീസുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. അങ്ങനെ വയല് കേട്ടിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് മാറ്റം ഉണ്ടായി? തീരെ മാറ്റം ഉണ്ടായിട്ടെന്ന് പറയില്ല. വയല് കേൾക്കുന്നത് അതിന് വേണ്ടിയിട്ടാകണം. വയല് കേൾക്കുന്നത് ടൂർ പോകുന്നതല്ല. വയല് കേൾക്കുന്നത് ഈ കാതിൽ കേട്ടിട്ട് ഈ കാതിൽ വിടുകയല്ല. വയല് കേൾക്കുന്നത് ജീവിതത്തിൽ പകർത്തു വേണം. അല്ലെങ്കിൽ ഇത്ര കിലോമീറ്റർ പോകണോ? ജാവ് 1.5 ഗಂಟೆ 2 ಗಂಟೆ ആ ഉസ്താദിന്റെ വയല് കേട്ടിട്ടൊക്കെ പാടത്ത് വരുമ്പോ അല്ലെ, അങ്ങനെ 2 ಗಂಟೆಗೆ വന്നിട്ട് ഉറങ്ങിയവോ സ്വബൈ ഗഞ്ച 9:50 പോ. സ്വബൈ നിസ്കാരം ഇല്ല. എന്താ ഭയങ്കര വിജയ സ്വബൈ നിസ്കാരം പുട്ടവണ്ട അവസ്ഥ. ഓ എത്ര വട്ടാമി ചൊന്നറ കിടന്നിട്ട് അവിടെ വേദനോടെ നിസ്കരിച്ചാ പിന്നെന്തൊക്കെ വേദന? നിനക്കെന്തൊക്കെ വേദന? നീ എന്തൊക്കെ പോയ? നീ വീട്ടിൽ പെട്രോൾ കറക്റ്റായി. ചെറുപ്പക്കാർ കേൾക്കണം. ആരാ ഈ നല്ല കാലത്ത് ചെയ്യുന്ന അമല്? യൗവനകാലത്ത്, ബാല്യകാലത്ത്, യുവത്വകാലത്ത് ഞാൻ നിങ്ങൾ ചെയ്യുന്ന ഇബാദത്ത് ഏറെ വിരിശപ്പെട്ടതാ. ഈ സമയത്തുള്ള ഈ പേടി, അള്ളാന്റെ പേടി, ഈ ബാല്യകാലത്തുള്ള അള്ളാന്റെ ബോധം, ബാല്യകാലത്തുള്ള ധാർമ്മിക ചിന്ത, യുവത്വകാലത്തുള്ള അള്ളാന്റെ ബോധം, യുവത്വകാലത്തുള്ള ധാർമ്മിക ബോധം, യുവത്വകാലത്തുള്ള ആരാധനകളോടുള്ള പ്രതിബദ്ധത, യുവത്വകാലത്തുള്ള നല്ല വിശ്വാസം. അള്ളാന്റെ വലിയ കൂലിയുണ്ട്. ഈ യുവത്വകാലം നാളെ വരല. ഇന്നത്തെ യുവത്വകാലം നാളെ ഇല്ല. കൈകാലുകൾക്ക് ആരോഗ്യം കുറയുകയാ, പിന്നെ ആഫിയത്ത് കുറയുകയാ. അതുകൊണ്ട് സഹോദരാ, ദീനിന്റെ പ്രതീക്ഷയായി, ദീനിന്റെ നട്ടലായി, നാടിന്റെ അഭിമാനമായി, SKSSFന്റെ അഭിമാനമായി, ഞങ്ങളെ ഈ നാടിന്റെ അഭിമാനമായി, സമുദായത്തിന്റെ അഭിമാനമായി, സമാജത്തിന്റെ നട്ടലായി, ഞങ്ങളെല്ലാം എല്ലാമായി വളർന്നു വരുന്ന തമാരികളാകാൻ പാടില്ല, സോമാരികളാകാൻ പാടില്ല, രാജക്കടിമയാകാൻ പാടില്ല, പെണ്ണുപിടിയന്മാരാകാൻ പാടില്ല. മൻശരിബ ശുർബതം മിനൽ ഖംരി ലം തുഖബൽ തൗബതുഹു 40 സബാഹാ. അലക്കാരെ കേൾക്കണമിതാ. കള്ളിന്റെ അടിമകള്, കഞ്ചാവിന്റെ അടിമകള് ഇന്നത് വ്യാപകമാ. നിങ്ങൾ പത്രത്തിൽ കണ്ടോ എന്ന് ഞാൻ അറിയില്ല. പള്ളി സെക്രട്ടറിയെ പോലീസ് പിടിച്ചോ. എന്തറിയോ കേസ്? ഗാഞ്ച മാറാട്ട. പള്ളിന്റെ സെക്രട്ടറി അല്ലേ? പള്ളിന്റെ സെക്രട്ടറി എല്ലാവരും അങ്ങനെ നല്ല നല്ല സെക്രട്ടറിമാരുണ്ടല്ലോ. അൽഹംദുലില്ലാ. ഞങ്ങൾ ഈ വലിയ ജമാഅത്തിന്റെ മഹല്ല് കമ്മിറ്റി നേതൃത്വം അല്ലാഹു അവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് പ്രദാനം ചെയ്യണം. അല്ല, സമുദായത്തിന്റെ, സമാജത്തിന്റെ വലിയ വലിയ പോസ്റ്റുള്ളവരെ പോലും പണി ഇതാണ്. പള്ളി സെക്രട്ടറി അറസ്റ്റ്, കസ്റ്റഡിಯಲ್ಲಿ ಸರಿಯಲ್ಲಿ ಏನೋ ಪ್ರಕರಣ? ಗಾಂಜಾ ಮಾರಾಟ. ಎಲ್ಲೇ ಶಾಲಾ ವಟಾರದಲ್ಲಿ ರಾಯ ಅದು ಚೊಲ್ಲಿಲ್ಲ. ನೀವು ಫೋನ್ ಆಗಿಟ್ಟು ಕೇಳ್ಕೊರು, ಎಳಾ ಬೋರ್ಡ್ ಇಕ್ಕು, ಯಾಳ್ದು ಬೇಜಾರು ಫೋನ್ ಆಗಿದೆ ಕೊಡ್ತಾರೆ. വലിയ വലിയ ആൾമാരല്ല, ഫുള്ള് വ്യാപകമായിട്ട് ഇല്ലേ? സുബ്ഹാനല്ലാഹ്. അതാ ഞാൻ പറഞ്ഞ ചെറുപ്പക്കാലം അതിനുള്ളതല്ല. അള്ളാഹനെ പേടിച്ച് നടക്കുന്ന നല്ല ചെറുപ്പക്കാരാ,
നേരത്തെ ഖത്തീബ് ഉസ്താദ് ഇവിടെ പറഞ്ഞല്ലോ ഉദ്ഘാടന പ്രസംഗത്തിൽ, നാളെ പരലോകത്തെത്തിയാൽ അവിടെ വേറൊരു ബസ് സ്റ്റാൻഡിന്റെ തണലില്ല, മരത്തിന്റെ തണലില്ല, ഒരു കട്ടന്റെ തണലില്ല, ഫാനിന്റെ തണലില്ല, AC ഇല്ല. ഒരു ചാണ മുകളിലാണ് സൂര്യൻ. സുബ്ഹാനല്ലാഹ്, കത്തിജ്വലിക്കുന്ന സൂര്യൻ ഒരു ചാണ മുകളിൽ ഉദിക്കുമ്പോ ചെമ്പിന്റെ തകിടിനാലുള്ള ചുട്ടുപഴുത്ത ഭൂമിയിലാണ് അവിടെ നിർത്തപ്പെടുക. ഭീകരമായ, ഭയങ്കരമായ, ഭയാനകമായ, കഠിനമായ, കഠോരമായ പരലോകം. സുബ്ഹാനല്ലാഹ്. മാടുകളൊക്കെയും മാറ്റി നിർത്തപ്പെടുന്ന ലോകം, നല്ലവർക്ക് മാത്രം സ്വർഗലോകം വിധിക്കപ്പെടുന്ന ലോകം, ആ പരലോകം. സുബ്ഹാനല്ലാഹ്. അവിടെ നാളെ ഒരു കൂട്ടർക്ക് അർശിന്റെ തണലുണ്ട്. അല്ലാഹുവിന്റെ അനുഗ്രഹീതമായ അർശിന്റെ തണല്. ആ അർശിന്റെ തണല് അത് എല്ലാവർക്കുമില്ല, എല്ലാവർക്കുമില്ല. നല്ലവരായ, മതബോധമുള്ളവരായ, ധാർമ്മിക ബോധമുള്ളവരായ, ബോധമുള്ളവരായ, ധാർമ്മിക ചൗക്കത്തിന്റെ ഉള്ളിലായിട്ട് ജീവിച്ചവരായ നല്ലവരായ ബാല്യക്കാരില്ലേ, യുവാക്കളില്ലേ, അവർക്ക് നാളെ അർശിന്റെ തണലുണ്ട്. ഈ ബാല്യക്കാർ തലയിൽ തൊപ്പിയിട്ടിട്ട് മുസ്തഫായ നബി ഞങ്ങളെ താടിയും വെച്ചിട്ട് പരിശുദ്ധമായ ഈമിന്റെ മജ്‌ലിസിൽ ഇരിക്കുന്ന ഈ നല്ല ചെറുപ്പക്കാർ, മതബോധമുള്ള ചെറുപ്പക്കാർ, ഉമ്മ അപ്പാന്റെ വിലയും നിലയും അറിഞ്ഞ ചെറുപ്പക്കാർ, ആലിമിനെ അറിഞ്ഞ ചെറുപ്പക്കാർ, ആലിമിന്റെ ബഹുമാനമുണ്ട്, ഉസ്താദ് ആരായെന്നറിഞ്ഞിട്ട് ബഹുമാനം അതുപോലെ പ്രകടിപ്പിക്കുന്ന ബാല്യക്കാർ, കെട്ടിക്കൊണ്ടുവന്ന പെഞ്ഞായിന് നല്ല ബിരുദത്തിൽ നോക്കട ചേർക്കാൻ. സുബ്ഹാനല്ലാഹ്. വശാബ് നശഅ ഫീ ഇബാദത്തില്ലാഹ്. അവനിക്ക് നാളെ പരലോകത്ത് അർശിന്റെ തണലുണ്ട്. അർശിന്റെ തണലില്ലാത്ത, അർശിന്റെ തണലല്ലാതെ മറ്റൊരു തണലില്ലാത്ത ആ ലോകത്ത് അർശിന്റെ തണല് കിട്ടപ്പെടുന്ന വിഭാഗമാണ് യുവതീ യുവാക്കൾ. യുവാക്കൾ മാത്രമല്ല, എന്നതെടുത്ത് മഹാന്മാർ വിശദീകരിക്കുന്നു. ബാല്യകാർത്തികൾ, ആ പ്രായത്തിൽ അല്ലാഹുവിനെ പേടിച്ച ബാല്യകാർത്തികൾ. ആ പ്രായം അതല്ലേ, ആ പ്രായം ഏത് തെമ്മാടിത്തരത്തിലുമുള്ള പ്രായമല്ലേ. അപ്പൊ ആ സമയത്ത് തെമ്മാടിത്തരങ്ങളൊന്നും ചെയ്യാതെ അല്ലാഹുവിന്റെ പേടിയിലായി ജീവിച്ച യുവതീ യുവാക്കൾ, അവർക്ക് അല്ലാഹുവിന്റെ അർശിന്റെ തണലുണ്ട്. മാത്രമല്ല മുത്തനബി തങ്ങൾ പറഞ്ഞു, ഏറ്റവും നല്ല ചെറുപ്പക്കാരനാരറിയുമോ, ഏറ്റവും നല്ല ബാല്യക്കാരനാരറിയുമോ? കട്ടാ താടി വെച്ചവനല്ല, സൂപ്പർ ഗ്ലാമറായിട്ട് നടക്കുന്നവനല്ല, ഫായിസ പുരട്ടിയിട്ട് വെളുപ്പിച്ച് നടക്കുന്നവനല്ല. പിന്നെയോ ചെയ്തു പോയ തെറ്റിന്റെ പേരിൽ ഖേദിച്ചു മടങ്ങുന്നവനാണ് നല്ല ചെറുപ്പക്കാരൻ. തെറ്റാർക്കും പറ, തപ്പാർക്കും പറ, തപ്പ് വന്നത് തിദ്ദുപടിയാക്കിയിട്ട് പടച്ചോന്റെ മാപ്പ് കേട്ടിട്ട് ഇല്ല ഞാൻ തപ്പാക്കല, വന്നത് തപ്പായി, ആക്കിയത് തപ്പായി, പൊരുത്തപ്പെടണ റബ്ബേ എന്ന് പറഞ്ഞിട്ട് ചെയ്തു പോയ തെറ്റിന്റെ പേരിൽ കരയുന്നവനാരോ, ചെയ്തു പോയ തെറ്റിന്റെ പേരിൽ ഖേദിക്കുന്നവനാരോ, ചെയ്തു പോയ തെറ്റിന്റെ പേരിൽ മടങ്ങുന്നവനാരോ, അവരാണ് ഏറ്റവും നല്ല ബാല്യക്കാർ. ശഫീഉനാ റസൂലുള്ളാഹ്. തെറ്റ് വരിക എന്നത് സാമാന്യമാ, തപ്പ് വരിക എന്നത് സാമാന്യമാ, സഹജമാ. മനുഷ്യന്റെ പ്രകൃതി അങ്ങനെയാണല്ലോ. പ്രത്യേകിച്ച് ഇന്നത്തെ കാലാവസ്ഥയും ഇന്നത്തെ ഞങ്ങള് പിന്നെ അതിനുള്ള എല്ലാ നിലക്കുള്ള അവസരങ്ങളും തെറ്റിലേക്ക് പോകാൻ, അല്ലെ, തെറ്റ് ചെയ്യാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. ഇഷ്ടം പോലെ കാണുന്നത് തെറ്റ്, കേൾക്കുന്നത് തെറ്റ്, മുമ്പിലുള്ളത് തെറ്റ്, എല്ലാം അല്ലേ. ഇതെല്ലാം ഈ തെറ്റിനുള്ള അവസരങ്ങൾ ഉണ്ടാകുമ്പോ പിന്നെ തെറ്റ് ചെയ്യുന്നവരെ കുറ്റപ്പെടുത്തുമ്പോ കുറച്ചൊക്കെ ശ്രദ്ധിക്കണം. സാഹചര്യം അവരങ്ങനെ എത്തിക്കുകയാണ്. പക്ഷെ അതിനൊന്നും നിൽക്കാതെ, ആ തെറ്റിലേക്കൊന്നും പോകാതെ ചെയ്തു പോയ തെറ്റോർത്തിട്ട് അല്ലാഹുവിനെ പേടിച്ച് കരഞ്ഞവർ അവരാണ് അല്ലാഹുവിന്റെ ലോകത്ത് ഏറ്റവും നല്ല ചെറുപ്പക്കാർ. അന്യ പെണ്ണിന്
അന്യപ്പെണ്ണിന് അവിഹിതമായി ബന്ധത്തിൽ ഏർപ്പെടാതെ, കണ്ടുകൊണ്ട് പോലും അവളെ നോക്കാതെ, അവളെ സ്വരമാതിരി കേൾക്കാതെ, വ്യഭിചാരത്തിൽ ഏർപ്പെടാതെ ജീവിച്ച ആണും പെണ്ണും. ഇന്ന് വ്യഭിചാരം എന്നത് വെറും സിമ്പിളാണ്. ആലോചിച്ചോക്കോ ഇല്ലേ? നിങ്ങളൊന്ന് മനസ്സിലാക്കി. വ്യഭിചാരം പറഞ്ഞാൽ എന്താ? വ്യഭിചാരം എന്ന് പറഞ്ഞാൽ എന്താ? കേവലം ശാരീരിക ബന്ധം മാത്രമാണോ? അത് മാത്രമല്ല വ്യഭിചാരം. കണ്ണുകൊണ്ടുള്ള വ്യഭിചാരമുണ്ട്, കാതുകൊണ്ടുള്ള വ്യഭിചാരമുണ്ട്, കാലുകൊണ്ടുള്ള വ്യഭിചാരമുണ്ട്. ഹബീബായ നബി തങ്ങൾ പറയുകയാണ്, അന്നദുറു സിനാഹുമാ അല്ലൈനാനി സിനാഹുമാ അന്നദുറു. കണ്ടുകൊണ്ടുള്ള വ്യഭിചാരമാണ് അന്യരെ കാണുക എന്നത്. പാടില്ല. അന്യപ്പെണ്ണിനെ കാണരുത്, അന്യപ്പെണ്ണ് അന്യ ആണിനെയും കാണരുത്. ചെറുപ്പക്കാരാ, ബാല്യക്കാരാ, നിന്റെ അമലുകൾ മുഴുവനും നിഷ്ഫലമാകുന്ന പണിയാണത്. അല്ലാഹുവിന്റെ അടുക്കൽ അപാരമായ ശിക്ഷയുണ്ട്. ഘോരപരാധമാണ്, മഹാപരാധമാണ്, അല്ലാഹു പൊരുത്തപ്പെടാത്ത കാര്യമാണ്. അതെ, നിങ്ങളാൽ വിചാരത്തിന്റെ നാലായിരത്ത് പോലും പോകരുത് എന്ന് പരിശുദ്ധ ഖുർആൻ ഞങ്ങളോട് പറയുമ്പോ ഇന്നതാ വ്യാപകമായിട്ട് മനുഷ്യൻ വിചരിക്കുകയാണ്. കണ്ണുകൊണ്ട് വിചരിക്കുന്നു, അന്യരെ കാണുന്നു, പെണ്ണ് ആണിനെ കാണുന്നു, ആണ് പെണ്ണിനെ കാണുന്നു. വാട്സപ്പ് ഗ്രൂപ്പ് എടുത്ത് നോക്കിയാൽ ചെറുക്കന്റെ മൊബൈലിലുള്ള വാട്സപ്പ് ഗ്രൂപ്പിൽ 212 ആളുണ്ട്, 150 ആളും പെൺമക്കൾ അല്ലേ? ഞങ്ങളെ പെണ്ണുമക്കളെ മൊബൈൽ എടുത്ത് നോക്കൂ. ഫേസ്ബുക്കിൽ ചാറ്റിംഗ് ഉണ്ടോ, വാട്സപ്പിലുണ്ടോ, അതിലുണ്ടോ? അഡ്മിനുണ്ട് ഗ്രൂപ്പ്. അഡ്മിനാര് മോൾ ആയിഷ, അസിസ്റ്റന്റ് അഡ്മിന് അമ്മായിന്റെ മോളോ സദ്യ, ആറിലുള്ള ഗ്രൂപ്പുകളോ 38 ആൺമക്കൾ. പാടുന്ന അല്ല, ഒന്ന് ആലോചിച്ച് നോക്കി. വ്യഭിചാരല്ലേ ഇത്? എപ്പോ കാണുന്നത്? അറിഞ്ഞുകൊണ്ട് ഞങ്ങളെ മക്കളെ തെറ്റിലേക്ക് പോകാൻ ഞങ്ങൾ സമ്മതിക്കാൻ പാടില്ല. നാളെ ഇതിന്റെ പേരിൽ വിരല കടിക്കേണ്ടി വരിക, നരകത്തിലേക്ക് പോകേണ്ടി വരിക. മക്കൾ മാത്രമല്ല, നല്ല അപ്പവും അവരുടെ കാരണമായി നരകത്തിൽ പോകേണ്ടി വരും കേട്ടോ. നിങ്ങളെ ഹജ്ജ് ബാത്തിലാകും, നിങ്ങളെ നോമ്പ് ബാത്തിലാകും, നിങ്ങളെ നിസ്കാരം ബാത്തിലാകും, നിങ്ങളെ ദിക്ർ തസ്ബീഹ് ബാത്തിലാകും. മക്കളെ തെറ്റിലേക്കുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തിട്ട് നിങ്ങളെ അല്ലാഹു രക്ഷപ്പെടുത്തില്ല. ആ മക്കള് നാളെ റബ്ബിന്റെ കോടതിയിൽ വന്നിട്ട് പറയണതെന്തറിയാ? കുറച്ചവനെ ചെയ്തു പോയ തെറ്റുകുറ്റങ്ങളെ കാരണമായി നീ ഞങ്ങളെ നരകത്തിലേക്ക് വലിച്ചെറിഞ്ഞുവല്ലോ. എന്നാൽ ഞങ്ങൾ നരകത്തിലേക്ക് നീ വലിച്ചെറിയാൻ കാരണം ഞങ്ങളെ തെറ്റുകളാണെങ്കിൽ, ഞങ്ങൾ ചെയ്ത അരുതായ്മകളാണെങ്കിൽ, ഞങ്ങൾ ചെയ്ത മോശത്രങ്ങളാണെങ്കിൽ 90% എല്ലാ ചാൻസും ഉണ്ടാക്കി തന്നത് ഞങ്ങൾ അബ്ബ ഉമ്മ. വലക്കല്ലത്ര വലിയ മൊബൈൽ മേങ്ങി തന്നു ഉമ്മ ഇല്ലേ? അബ്ബ ഒരബ്ബ വന്നിട്ട് വിഷയം ഞായറാഴ്ച പുറത്ത് പോയിട്ട് പണിയെല്ലാം പുറത്ത് അനപ്പം ഒരു പണ്ട് അണ്ടലുള്ളത് ചെറിയൊരു മൊബൈല്, റേഞ്ച് കിട്ടില്ല, എന്തുമില്ല, റിംഗ് ടൂണ് മാത്രം റിംഗില്ലേ. അങ്ങനത്തെ ഒരു മൊബൈൽ കിട്ടും. ഞാൻ വരുമ്പോഴത്തേക്കും എൻ്റെ മോളെ ചെറിയ മോള് കിട്ടും, 9 ചെറിയ കിട്ടാവും, 4ാം ക്ലാസ് 3ാം ക്ലാസ്സാണ്. അപ്പൊ അവന്റെ കയ്യിൽ ഇത്ര വില മൊബൈൽ കിടാവുള്ള 5 മൊബൈൽ 6 കിട്ടും. ഞാൻ കേട്ടത് 6 കൊടുത്ത് ഓടുന്നു കേട്ടപ്പോ അതിന് മേടിച്ചു. എന്റെ ഓളെ ചൊല്ലു ഞാൻ ബട്ടിക്ക് എടുത്തിട്ട് മൊബൈൽ മേൽ കൊടുത്തു. ഇപ്പൊ പിന്നെ ബട്ടിക്ക് പെണ്ണ് ഉമ്മമാരിൽ ഭയങ്കര കാപ്പ കഴിച്ചപ്പോ ബട്ടി പണ്ട് ആണ് ബട്ടി ബട്ടി കൊടുത്തതും മേങ്ങുന്നതും ആളെ കാട്ടു ഏജന്റ് അവർക്ക് ഒപ്പിട്ടതല്ല. ഇപ്പൊ ഞങ്ങളെ കട്ടി ചോറ് പെണ്ണുങ്ങ അപ്പുറത്തെ പറഞ്ഞ പട്ടി കൈമ, ഇപ്പുറത്തെ പറഞ്ഞ പട്ടി കൈമ, കട്ടിച്ചവക്ക് പട്ടി, കുടുംബശ്രീയില് പട്ടി, സലഹാ സമിതിയില് പട്ടി, സഹകാര സംഘത്തിലെ പട്ടി, പട്ടിയേ പട്ടി പോ. சொல்லிட்டே நீ 50,000 தரும். நான் பட்டி கட்டு பே கட்டாரா, நான் பட்டி கட்டு பே കട്ടാറ. എന്ത് പട്ടി? ഏതാണ് ഈ പട്ടി? എന്താണ് ഇതിന്റെ അല്ലാഹുവിന്റെ അടുക്കലുള്ള ഇതിന്റെ ഭവിഷ്യത്ത്, ഇതിന്റെ ശിക്ഷ പഠിച്ചിട്ടുണ്ടോ നിങ്ങൾ?
അല്ലാഹു തആല യുദ്ധം പ്രഖ്യാപിച്ച കൂട്ടരാണ് പെണ്ണിന്റെ അഹ്ലുകാർ. അല്ലാഹുവിന്റെ ശാപമേറ്റവർ, ഒരിക്കലും അല്ലാഹു പൊരുത്തപ്പെടാത്ത തെറ്റ് ചെയ്യുന്നവർ, ചെയ്തു പോയ അമലുകൾ മുഴുവനും അല്ലാഹു തആലയുടെ ലിസ്റ്റിൽ നിന്ന് വായിക്കപ്പെടാൻ കാരണമാകുന്ന തെറ്റാണ് പലിശ, വട്ടി. ശ്രദ്ധിക്കണം, ഇപ്പൊ വ്യാപകമാണ്. ആണുങ്ങൾ മാത്രമല്ല, പെണ്ണുങ്ങൾ വരെ ഈ അമ്മ വന്നിട്ട് ജോണം തോന്നുന്നുണ്ട്. ഉസ്താദ് കിടാവിന്റെ കയ്യിലുള്ള മൊബൈല് അവന്റെ ഉമ്മ, അതായത് എന്റെ പെഞ്ഞായി, എന്റെ കൊണ്ടാക്കി പട്ടിക്ക് മേങ്ങിട്ടെടുത്ത് കൊടുത്തു. അവിടെ വന്നിട്ട് തന്റെ പേരുടെ കുടിക്ക് കുടിക്കണം. പെഞ്ഞായി കുറച്ച് ജയലളിത, ജയലളിത എന്നല്ലോ അവള് പാർട്ടിന്റെ ഇപ്പൊ പണ്ടത്തെ പോലെ വയലല്ല. വയലിൽ നല്ലോണം ജാഗ്രത. 36 പാർട്ടി, 86 ആളുമാണ്. അപ്പൊ ഞങ്ങളെ ചെന്നു, ഞങ്ങളായിട്ടിരിക്കണോ, അങ്ങനത്തെ അവസ്ഥ. അപ്പൊ ഈ കിടാവിന് മൊബൈല് വരെ വാങ്ങിയിട്ട് കൊടുത്തത് വട്ടിക്കെടുത്ത പൈസയിലാണ്. പ്രത്യേക ഒരു ഉപ്പ് വന്നിട്ട് പറഞ്ഞ കാര്യ വിഷയിച്ചല്ലാണോ? ഒന്ന് ആലോചിച്ചോക്ക് സഹോദര, ഒന്ന് ആലോചിച്ചു. എന്തിനാണ് ഈ മൊബൈൽ? മൊബൈൽ ആവശ്യമുണ്ട്, പക്ഷെ അത്ര കണ്ടതുകൊണ്ട് ദോഷമുണ്ട്. അത് നല്ല തീരെ പാടില്ല എന്ന് പറയുന്നില്ല. മൊബൈൽ ആവശ്യ, നെറ്റ് ആവശ്യ, പക്ഷെ ജനങ്ങളിൽപ്പെട്ട പലരും അത് മിസ്യൂസ് ചെയ്യുന്നു, ദുരുപയോഗം നടത്തുന്നു. ആരും അത് ഉപയോഗമാക്കുന്നില്ല, അത് മിസ്യൂസ് ആക്കുന്നതാണ്. ഏറെ ജനങ്ങളും അങ്ങനെയാണ്. ആരാണേലും വയൽ കേട്ടത്, ആരാണേലും ഖുർആൻ കേട്ടത്, ആരാണേലും ദിക്ർ കേട്ടത് ഇല്ല. അതേ സമയത്ത് അത് കണ്ടതും കേട്ടതും മുഴുവനും ഹറാമിയത്താണ്. ഫോർവേഡ് ചെയ്തത്, ഷെയർ ചെയ്തത് എല്ലാം ഹറാമിയത്ത്. ഈ റീചാർജ് ചെയ്തിട്ടുണ്ടെങ്കിലും നാളെ റബ്ബിന്റെ മുമ്പിൽ ഈ ഒക്കെയും നീ മണിമണിയായിട്ട് ഉത്തരം പറയാം. അന്യരുമായിട്ടുള്ള ചാറ്റിംഗ് പാടില്ല, അന്യ സ്ത്രീകളുമായിട്ടുള്ള ചാറ്റിംഗ് പാടില്ല, അന്യ പുരുഷന്മാരോടുള്ള ചാറ്റിംഗ് പാടില്ല. അത് ആണിന് വ്യഭിചാരമാണ്, അത് പെണ്ണിന് വ്യഭിചാരമാണ്. ഇവിടെ വേണ്ട, ഇവിടെ ഇൻഷാല്ലാ മുസാഫത്താക്കാം. മുസാഫത്താക്കും ഇൻഷാല്ലാ. ഉള്ളങ്ങ അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ, അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഇല്ലാത്ത പിന്നെന്താണ് അല്ലേ? അല്ലാഹു അൻകും ബർക്കത്ത് ചെയ്യട്ടെ. നല്ല മജ്ലിസ്, നൂറിന്റെ മജ്ലിസ്, ദുആ ഇജാബത്തുള്ള മജ്ലിസ് അല്ലേ? ഇൻഷാ അല്ലാഹ് ഞാൻ നിർത്തുകയാണ്. മണി 11:30 സമയം പറഞ്ഞതായി. ഇൻഷാ അല്ലാഹ് നിർത്തുകയാണ്. 11:30 നിങ്ങൾ വാച്ചിലുമായല്ലേ? അല്ല, നിങ്ങൾ ചിരി കാണുമ്പോഴത്തേക്ക് 10 കാലായ പോലെ 40 കാലായ ടൈം പറഞ്ഞിട്ടില്ല. അല്ലാഹു കബൂൽ ചെയ്യട്ടെ, അല്ലാഹു കബൂൽ ചെയ്യട്ടെ, അല്ലാഹു കബൂൽ ചെയ്യട്ടെ. ഇരിക്കട്ടെ സഹോദര, പാടില്ല, ഉദായിമകൾ പാടില്ല, അല്ലാഹു പൊരുത്തപ്പെടാത്ത കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല, അല്ലാഹു പൊരുത്തപ്പെടാത്തത് കാണാൻ പാടില്ല, അല്ലാഹു പൊരുത്തപ്പെടാത്തത് തിന്നാൻ പാടില്ല. നാളെ റബ്ബിനെ കാണേണ്ട കണ്ണ, മുത്തനബിതങ്ങളെ കാണേണ്ട കണ്ണ, അതേ സ്വർഗ്ഗലോകം കാണേണ്ട കണ്ണ. ആ കണ്ണുകൊണ്ട് നീ ഹറാമ് കാണരുത്, വിചാരം കാണരുത്, വിചാരം കാണരുത് എന്ന് പറഞ്ഞാൽ ഒരു അന്യപ്പെണ്ണിനെ കാണുക എന്നത് വിചാരമാണ്. ഒരു അന്യപ്പെണ്ണിനെ കാണുക എന്നത് വിചാരമാണ്. ഒരു അന്യപ്പെണ്ണ്, ഒരു അന്യപുരുഷനെ കാണുക എന്നത് വിചാരമാണ്. അപ്പൊ ഉസ്താദെ, ഈ ബസ്സിൽ പോകുമ്പോഴത്തേക്ക് റെയിൽവേ സ്റ്റേഷനിൽ, ആശുപത്രിയിൽ, അവിടെ ഇവിടെ ഉള്ള പെണ്ണുമക്കളെ പറയിക്കിടല്ലോ. അപ്പൊ എന്താ കൊണ്ടാ? അപ്പൊ എന്താ കൊണ്ടാ? അത് നീ നോക്കുന്നല്ലേ, കണ്ടു പോണ്ടല്ലേ, അകസ്മാത്തല്ലേ, സാരമില്ല. നീ 2ാമത് വട്ടം നോക്കണ്ട. നീ ഒരിക്കലും നോക്കുമ്പോൾ കണ്ടുപോയി വിടു. പിന്നെ പാടെ കണ്ട മോള തൽമയ അല്ല മന്ദിര അങ്ങനെ കണ്ട, അങ്ങനെ കണ്ട, അങ്ങനെ കണ്ടിട്ട് മഹാനായ അലി റളിയല്ലാഹു അൻഹു മുത്തനബി തങ്ങളോട് വന്നിട്ട് പറഞ്ഞു, പൊന്നാര നബിയെ, ഞാനൊരു പെണ്ണിനെ കണ്ടുപോയി നബിയെ. എന്റെ കണ്ടുകൊണ്ട് ഞാൻ ഇതുവരെ ഒരു അവിഹിതമായി അല്ലാഹു പൊരുത്തപ്പെടാത്ത നിലക്ക് ഒരു അന്യപരിഞ്ഞാല് കണ്ടവനല്ല, ഒരു അന്യപ്പെണ്ണിനെ ഞാൻ കണ്ടിട്ടില്ല. ഇന്ന് കണ്ടുപോയി നബിയെ. നോക്കിയതല്ല, മനഃപൂർവമല്ല, കണ്ടുപോയതാ, നോക്കിപ്പോയതാ നബിയെ. തല ഉയർത്തിയപ്പോ, കണ്ണു തുറന്നപ്പോ ഒരു പെണ്ണിനെ കണ്ടുപോയി നബിയെ. എന്റെ അവസ്ഥ എന്ത് നബിയെ? അല്ലാഹു പൊറുക്കുമോ നബിയെ? മഹാനായ അലി റളിയല്ലാഹു തആല തങ്ങൾ പറഞ്ഞപ്പോ പൊന്നാര നബി തങ്ങൾ പറഞ്ഞു, ബേജാറാകണ്ട, വിഷമിക്കണ്ട, ദുഃഖിക്കണ്ട.
വേണു ചൊന്നിട്ട് നോക്കിയതല്ലല്ലേ, വേണു ചൊന്നിട്ട് നോക്കിയതല്ലല്ലേ, അകസ്മത്ത് കണ്ടുപോയതല്ലേ, സാരമില്ല. ആദ്യം നോക്കിയത് സാരമില്ല, രണ്ടാമത് നോക്കരുത്. ഫസ്റ്റ് കണ്ടുപോയത് സാരമില്ല, വേണു ചൊന്നിട്ടല്ലേ, വേണു ചൊന്നിട്ടല്ലേ, മനഃപൂർവ്വമല്ലേ, അകസ്മത്തല്ലേ, സാരമില്ല, അല്ല പൊറുക്കൂ. രണ്ടാമത് നോക്കണ്ട, പാടില്ല. ഇത് ഞാൻ ഒരിടത്ത് ഒരു ക്ലാസ് എടുത്തു ഈ വിഷയം ചൊന്നിട്ടു, ഈ ആയത്തും ഈ സംഭവം ചൊന്നിട്ടു. ഞാൻ ഒരിടത്ത് ക്ലാസ് ഞാൻ ഈ വിഷയം ഫസ്റ്റ് നോക്കിയതല്ല, നോക്കിപ്പോയത് അത് തപ്പല്ല, പിന്നെ നോക്കണ്ട. ആ നോക്കിപ്പോയത് സാരമില്ല. ഇത് ചൊന്നിട്ടാകുമ്പോ ഒരു ഡിഗ്രിക്ക് പഠിക്കുന്ന ചെറുക്കി എണിച്ചൊരു കേട്ടെന്ന് വന്നില്ല. ഫസ്റ്റ് നോക്കുമ്പോഴത്തേക്ക് ലോങ് ആയിട്ട് നോക്കിയിട്ടുണ്ടാവും. ലോങ് ആയിട്ട് അത് തപ്പാവാ, മറ്റേ ഡിഗ്രി എന്നൊക്കെ ആലോചിക്കണം. നമ്മൾ പാടില്ല. നല്ലപോലെ ശ്രമിച്ചോ, ഭരിക്കണമെന്ന ബോധമുണ്ടാക്കണേ, പരലോകബോധം നിനക്കുണ്ടാകണേ, നാളെ കിടക്കുന്ന കബറുലോകത്തെ ചിന്തിക്കണേ. അങ്ങനെയെല്ലാം ചിന്തിച്ചിട്ട് ജീവിച്ച് മരിച്ചു പോയവരാണ് മഹാന്മാരായ നമ്മുടെ സമസ്തയുടെ ആംഗികള്, കുഞ്ഞരായ ഉസ്താദ്, മഹാനരായ ശൈഖുന, ഞങ്ങളുടെ നാടിന്റെ അഭിമാനമായ ഈ നാടിന്റെ മുത്തായ സുബ്ഹാനല്ലാഹ്. എത്രയോ കാലമായി ഞങ്ങൾ ഈ ദക്ഷിണ ജില്ലക്ക് അഭിമാനമായി നല്ലൊരു നേതൃത്വം നൽകുന്ന, പകരം വെക്കാനില്ലാത്ത പണ്ഡിതൻ, അതേ വളരെയധികം സാധുവായി ഫക്കീറായി എളിമയോടെ വിനയത്തോടെ ജീവിച്ച് ഞങ്ങളുടെ മുമ്പിൽ ഒരുപാട് നല്ല മെസ്സേജുകൾ തന്നിട്ട് മൺമറഞ്ഞു പോയ ആ വലിയ മഹാനർ സുബ്ഹാനല്ലാഹ്. ആ മഹാനരുടെ സ്ഥാനം എന്തെന്ന്, ആ മഹാനരുടെ ജനങ്ങളോടുള്ള അവരുടെ മനസ്സിലുള്ള കൽവിലുള്ള സ്ഥാനം എന്തെന്ന്, ആ മഹാനർക്ക് അല്ലാഹുവിന്റെ അടുക്കലുള്ള സ്ഥാനം എന്തെന്ന് മഹാനർ മരണപ്പെട്ടപ്പോ കണ്ടതല്ലേ. ഇതുവരെ കുഞ്ഞുങ്ങളെ സൗത്ത് കിണറ അങ്ങനെയുള്ളൊരു ജനാസ കണ്ടിട്ടില്ല, ജനസാഗരം കണ്ടിട്ടില്ല. ആ നഷ്ടം ഇതുവരേക്കും ഞങ്ങളെ മനസ്സിന് പോയിട്ടില്ല. പലരും ഇപ്പോഴും ആ മഹാന്റെ ഏർപ്പാട് ഒത്തിട്ട് കരയുകയാ. സുബ്ഹാനല്ലാഹ്. ആയിരങ്ങളല്ല, പതിനായിരങ്ങളല്ല, നാടിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് ആ മഹാമനീഷിയെ കാണാൻ, ഒരു നോക്ക് കാണാൻ ഒഴുകിയെത്തിയപ്പോ പൊന്നാര നബി തങ്ങളുടെ ഹദീസാണ് ഓർമ്മ വന്നത്. പൊന്നാര നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഭൂമിയിൽ ഒരാള് അല്ലാഹു ഇഷ്ടപ്പെടുകയാണെങ്കിൽ, ഭൂമിയിലുള്ള ഒരാള് അല്ലാഹു പിരിശം വെക്കുകയാണെങ്കിൽ അല്ലാഹു എന്ത് ചെയ്യും അറിയോ? ജിബ്രീലിനെ വിളിച്ചിട്ട് പറയുമത്ര, ജിബ്രീലേ, ഞാൻ അയാളെ നല്ലാണ് പിരിശം വെച്ചത്, നിനക്ക് നല്ലോണം അയാളെ ഇഷ്ടമുണ്ടോ? നിങ്ങൾ അയാളെ പിരിശം വെക്കണോ? നിങ്ങൾ അയാളെ ഇഷ്ടപ്പെടണോ എന്ന് ചൊല്ലുമ്പോ ജിബ്രീലും അത് അയാളെ പിരിശം വെക്കോ. എന്നിട്ട് ജിബ്രീൽ കോടാനക്കോടി മാലാഖമാരെ വിളിക്കോ. എല്ലാ മലായികത്തീങ്ങളെയും വിളിച്ചിട്ട് ജിബ്രീൽ അങ്ങോട്ട് ചൊല്ലും, മാലാഖമാരെ, മലായികത്തീങ്ങളെ, ഇന്നാലിന്റെ വ്യക്തിയെ ഞാൻ പിരിശം വെക്കുന്നു, നിങ്ങളും അയാളെ പിരിശം വെക്കണോ? അയാളെ ഞാൻ പിരിശം വെക്കുന്നു, അയാളെ അല്ല പിരിശം വെച്ചിട്ടുണ്ടോ? നിങ്ങളും അയാളെ പിരിശം വെക്കണോ എന്ന് മലായികത്തീങ്ങളോട്ട് ചൊല്ലുമ്പോ എല്ലാ മലായികത്തീങ്ങളും അയാളെ പിരിശം വെക്കോ. അങ്ങനെ അല്ലാഹു പിരിശം വെച്ച് കഴിഞ്ഞാൽ, ജിബ്രീൽ പിരിശം വെച്ച് കഴിഞ്ഞാൽ, മാലാഖമാർ പിരിശം വെച്ച് കഴിഞ്ഞാൽ, മുസ്തഫ റസൂലുള്ളാഹി
മുസ്തഫായ റസൂലുള്ളാഹി ثم يوضع له القبولية في الأرض ഭൂമിയിലതായാൾക്ക് പിന്നെ ജനങ്ങളുടെ വലിയ സ്വീകാര്യത അല്ലാഹു കൊടുക്കുകയാണ്, വലിയ ജനഅംഗീകാരം അല്ലാഹു കൊടുക്കുകയാണ്, വലിയ ജനപമ്പളം അല്ലാഹു കൊടുക്കുകയാണ്. പിന്നെ അയാൾ എല്ലാവർക്കും വേണ്ടപ്പെട്ട ആളാവുകയാണ്, പിന്നെ അയാൾ എല്ലാവരും സ്വീകരിക്കപ്പെട്ട വ്യക്തിയാണ്. ثم يوضع له القبولية في الأرض അതാണ് മിത്തബൈൽ ഉസ്താദ് ശൈഖുനാ ജബ്ബാർ ഉസ്താദ്. സുബ്ഹാനല്ലാഹ്, കാണാൻ വലിയൊരു സ്റ്റൈൽമാനല്ല, സംസാരമോ ഭാഷണമോ വലിയൊരു ഘനഗംഭീരമല്ല. എന്നാലും ആ മഹാനെ ലോകം ഇഷ്ടപ്പെട്ടു, ലോകം ആദരിച്ചോ. ജനങ്ങളുടെ ഹൃദയത്തിലായിരുന്നു ആ മഹാന്റെ സ്ഥാനം. സുബ്ഹാനല്ലാഹ്, വലിയവരെല്ലാം മരണപ്പെടുകയാണ്, നല്ലവരെല്ലാം വിട പറഞ്ഞു പോവുകയാണ്, കാലം ചെയ്തു പോവുകയാണ്. അത് നിമിഷവും അല്ലാഹുവിനെ ഓർത്ത് ജീവിച്ച മഹാന്മാർ നമ്മളും നിന്നിട്ട് വിട പറഞ്ഞു പോകുമ്പോ മുസ്ലിമേ പൊന്നുമ്മ ഇത് കേട്ടോ, അവർ നമ്മൾ നിന്നിട്ട് മൺമറഞ്ഞു പോകുമ്പോ ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ ലോകത്തിന്റെ അന്ത്യം അടുക്കുന്നു, ഈ ലോകത്തിന്റെ സർവനാശം അടുക്കുന്നു, ലോകാവസാനം അടുക്കുന്നു. ഈ മുഹറം പറഞ്ഞതിന്റെ പിറകെ ഈ മുഹറം മാസം പറഞ്ഞതിന്റെ പിന്നെ ഞങ്ങളെ ഹിജ്റ വർഷത്തെ മുഹറമായ റബ്ബായതിന്റെ പിന്നെ ഈ ഞങ്ങളെ അറബി തിങ്ങ തുടങ്ങിയതിന്റെ പിന്നെ എത്ര ആലിമീങ്ങളാണ് വലിയവരായിട്ടുള്ളവർ മരിച്ചു പോയത്, എത്ര വലിയവരായിട്ടുള്ളവർ. സുബ്ഹാനല്ലാഹ്, മിത്തബൈൽ ഉസ്താദിനെ പോലെയുള്ളവർ, മഹാനായ അത്തിപ്പറ്റ ഉസ്താദിനെ പോലെയുള്ളവർ, മഹാനായ ബാപ്പുട്ടി ഉസ്താദിനെ പോലെയുള്ളവർ, മഹാനായ കുഞ്ഞാണി ഉസ്താദിനെ പോലെയുള്ളവർ, അങ്ങനെ പറഞ്ഞാൽ തീരാത്ത വലിയവരായ മഹാന്മാർ സുബ്ഹാനല്ലാഹ് നാട് നീങ്ങുകയാണ്. അതേ ഇടതുകൊണ്ട് പള്ളിയിലെ ഫാൻ ഇട്ടപ്പോ ഇടത് കയ്യിലെ ഫാൻ ഓണാക്കിയപ്പോ ഇടത് കയ്യില് പള്ളിയിലേക്ക് നിസ്കരിക്കാൻ വന്നയാൾ ഇടത്തെ കയ്യിലെ പള്ളിന്റെ ഫാനിന്റെ സ്വിച്ച് ഇട്ടപ്പോ മഹാനായ ശൈഖുനാ അത്തിപ്പറ്റ ഉസ്താദ് പോയിട്ട് പറഞ്ഞു, മോനെ പാടില്ല, എല്ലാ നല്ല കാര്യത്തും വലത്തതിനെ മുന്തിക്കണോ, വലത്തെ കയ്യിലാക്കണോ. നീ അത് ബന്ധാക്കിയിട്ട് വലത്തെ കയ്യിന് പാടേട് സുറൂന്ന് ഓണാക്ക്. അത്ര കണ്ട് സുന്നത്ത് പ്രവേശിപ്പിന് ചെയ്ത ആ മഹാൻ, സുന്നത്ത് പഠിപ്പിച്ച ആ മഹാൻ, മുസ്തഫായ നബി തങ്ങളെ സഹാബികൾ ജീവിച്ചതുപോലെ ഈ ലോകത്ത് ജീവിച്ച് ഞങ്ങളൊന്ന് മൺമറഞ്ഞു പോയ മഹാൻ. ഒരു മജ്‌ലിസ് നൂറിന്റെ സദസ്സില്, ഒരു മജ്‌ലിസ് നൂറിന്റെ സദസ്സില്, ഒരു മജ്‌ലിസ് നൂറിന്റെ സദസ്സില് മഹാനായ അത്തിപ്പറ്റ ഉസ്താദ് ദുആരക്കുകയാണ്, അത്തിപ്പറ്റ ഉസ്താദ് ദുആരക്കുകയാണ്. ഒരു മജ്‌ലിസ് നൂർ, ഞങ്ങൾ ഈ ഫംഗ്ഷനും മജ്‌ലിസ് നൂറിനോടനുബന്ധിച്ച അല്ലേ ഇൻഷാ അല്ലാഹ് നാളെ ഉണ്ടോ മറ്റന്നാളും ഉണ്ടോ ഞങ്ങളെ ശാഖ സമിതി, ഞങ്ങളെ ഈ ശാഖ ഈ ശംസുൽ ഉലമ ഇസ്ലാമിക് സെന്റർ നല്ല നല്ല ഒരുപാട് കാര്യക്രമമായി കൊണ്ടുണ്ടോ, നല്ല നല്ല പണി ഉസ്താദോട് പക്ഷെ ചൊന്നല്ലേ, പാർട്ടിന്റെ സംഘാടക സമിതി പ്രസിഡന്റ് ചൊന്നോ, സെക്രട്ടറി ചൊന്തോ, അങ്ങനെ വലിയ വലിയ ആൾമാരല്ല ചൊന്നാറ്. ഇൻഷാ അല്ലാഹ് ഇനി ഞങ്ങൾക്ക് നല്ലൊരു പദ്ധതി ഉണ്ടോ, ഒരു ലക്ഷ്യമുണ്ടോ, പാവപ്പെട്ട 1-2 പെണ്ണ മക്കളെ മംഗളാക്കി കൊടുക്കണോ. നല്ലൊരു കാര്യം. അല്ലാഹു നിങ്ങളെ കൈവിടല, അല്ലാഹു നിങ്ങളെ നീയത്തേക്ക് ബർക്കത്ത് തരും, അല്ലാഹു നിങ്ങളെ നീയത്തേക്ക് കൂലി തരും, നിങ്ങളെ കാര്യം അല്ലാഹു ഏറ്റെടുക്കും. അല്ലാഹു നിങ്ങളെ കാര്യം നിങ്ങൾ ഉദ്ദേശിച്ചതിനേക്കാളും ചന്തത്തിലാകട്ടെ, നിങ്ങളെ കാര്യം എല്ലാം അല്ലാഹു ഏറ്റെടുക്കട്ടെ. ഞങ്ങളെ ഈ കൂട്ടായ്മക്ക് അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. സുബ്ഹാനല്ലാഹ്. മജ്‌ലിസുന്നൂർ കൂടണം ഇവിടെ
വഹാബിയായിട്ടുള്ള സഹോദര, സൽഫിയായിട്ടുള്ള സഹോദര, നൂതനവാദിയായിട്ടുള്ള സഹോദര, പുത്തൻവാദിയായിട്ടുള്ള സഹോദര, എന്ത് വേണമെന്ന് ചൊല്ലട്ടെ, അവൻ എത്ര ശിർക്ക് വേണമെന്നാക്കട്ടെ, എന്ത് വേണമെന്നും പാടട്ടെ. ഞങ്ങളെ മഹാന്മാരായ വലിയവരായ ആലിമീങ്ങളാണ് ഷഹാദത്തിന്റെ കലിമ ചൊല്ലിയിട്ട് മരിച്ചുപോയ ശംസുൽ മതങ്ങളെ പോലെയുള്ളവർ, മഹാനായ KT മാണു ഉസ്താദിനെ പോലെയുള്ളവർ, മഹാനായ ശൈഖുന കോട്ടമല ഉസ്താദിനെ പോലെയുള്ളവർ, മഹാനായ ശൈഖുന അത്തിപ്പറ്റ ഉസ്താദിനെ പോലെയുള്ളവർ, അവരൊക്കെയും പഠിപ്പിച്ചതാണ്, നേതൃത്വം കൊടുത്തതാണ്, പറഞ്ഞു തന്നതാണ് മജ്ലിസുൻ നൂർ. ആര് ശിർക്കാക്കിയെങ്കിലും നിങ്ങൾ ശിർക്കാക്കണ്ട, ആര് ശിർക്ക് ചൊന്നെങ്കിലും നിങ്ങൾ അത് കേൾക്കാൻ നിൽക്കണ്ട. ഇത് ശിർക്കല്ല, ഇത് ഖുർആനിൽ ചൊന്ന വിഷയ, ഇത് ഹദീസിലുള്ള വിഷയ, ഇത് മഹാന്മാർ പഠിപ്പിച്ച വിഷയ, ഇത് ശരിയായ വിഷയ, ഇത് പാരമ്പര്യമായിട്ടുള്ള വിഷയ. ഈ മജ്ലിസുൻ നൂർ ചെറിയ സംഗതിയല്ല. അതേ ദാഹമൗത്തത് കൂട്ടിടും ഇബ്ലീസ് കൂസിനെ കാട്ടിടും, നേരം ലഈനവനാട്ടുവാൻ ബദരീങ്ങളാൽ തുണ റബ്ബനാ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ചൊല്ലറോ, വെച്ച് ചൊല്ലറോ, നല്ല ജിഗറിൽ ചൊല്ലറോ, നല്ല ഇൻട്രസ്റ്റ് ചൊല്ലറോ. ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. എല്ലാ ബലാലും ആഫത്തും മെടങ്ങേറുകൾ മുസീബത്തും ബദരീങ്ങളെ ബറകത്തിനാലമൈ കാക്കണം യാ റബ്ബനാ ലാ ഇലാഹ ഇങ്ങനെയുള്ളൊരു മജ്ലിസുൻ നൂർ ഞങ്ങളുടെ കൂടെയും ഉണ്ടോ? അല്ലേ? എത്ര ശാഖ ഉണ്ടോ ഈ ഭാഗത്ത്? 4 ശാഖ. അൽഹംദുലില്ലാഹ്. അതിന്റെ എല്ലാവരും പ്രസിഡന്റിന്റെ പേരെല്ലാം ഉണ്ട് ഇവിടെ. പിന്നെ ലേറ്റാവെങ്കിലും അള്ളാഹുക്കും കൊടുക്കട്ടെ. കൂടി എല്ലാവർക്കും അള്ളാഹു സന്തോഷവും ബർക്കത്തും നൽകട്ടെ. അൽഹംദുലില്ലാഹ്. നല്ലൊരു ക്ലസ്റ്റർ. ഇത് ഏത് ക്ലസ്റ്റർ? ഇത് വിളിക്കാറും ബന്ധ അള്ളാഹു കബൂലാക്കട്ടെ. അൽഹംദുലില്ലാഹ്. നല്ല സുസ്തുബദ്ധായിട്ട്, നല്ല അച്ചടക്കത്തിലും, നല്ല ബോധത്തിലായിട്ട്, സമസ്ത ആലിമീങ്ങളെ ഉപദേശമായിട്ട് എല്ലാം കേട്ടിട്ട് നല്ല പോലെ പ്രവർത്തിക്കുന്ന ഒരു ക്ലസ്റ്റർ നിങ്ങൾ അഡ്ഡൂർ ക്ലസ്റ്റർ. ഞങ്ങൾ ഇതേ റായത്തിന്റെ പേര് വെച്ചിട്ട് ഒരുപാട് ശാഖകളെല്ലാം പ്രവർത്തിക്കുന്നു. അൽഹംദുലില്ലാഹ്. ഇതിന്റെ ചുറ്റുഭാഗത്തുള്ള പല പള്ളികളിലും നേരത്തെ ഉസ്താദും പറഞ്ഞു ഒരുപാട് സ്ഥലത്ത് ഞങ്ങൾ ഈ ശാഖന്റെ കീഴിൽ തന്നെ ഈ യൂണിറ്റിന്റെ ഈ അണ്ടറിലായിട്ട് കൂടെ മജ്ലിസുൻ നൂർ നടത്തുന്നുണ്ട്. അതിലെല്ലാവരും കൂടണം, അതിന് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കണം. അതില് പെണ്ണുങ്ങൾക്കും വന്നിട്ട് അവിടെ ദ്വാരക്കും ആൺചൊല്ലുകൾ അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം, എല്ലാം ആക്കണം. എന്താ ചെന്നല്ലേ അത് വലിയൊരു ബർക്കത്തിന്റെ വിഷയം. ഇത് പത്രത്തിൽ വന്ന വിഷയം, പേപ്പറിൽ, ദിനപത്രികയില്, സഞ്ചയപത്രിക അല്ല, 4 ആൾ വായിക്കുന്ന സഞ്ചയ പേപ്പർ അല്ല. 6 ലക്ഷത്തിൽ ചില്ലാൻ ആൾക്കാർ ഓതിക്കൊണ്ടുള്ള ദിനപത്രികയിൽ വന്ന ന്യൂസ്, എന്തുകൊണ്ട് നെറ്റില് TV ചാനലിൽ വന്ന ന്യൂസ്. ഇത് വെറുതെ ചൊല്ലല്ലേ, ഇത് വെറുതെ കള ചൊന്നിട്ട് ആൾമാരെ കൂട്ടൊക്കെ വേണമായിട്ട് മംഗമല്ലാക്കണല്ലേ. ഇത് ശരിയായ റിപ്പോർട്ട്. എന്തൊരു വിഷയം കൊണ്ടാ ചൊന്ന മഹാനായ അത്തിപ്പറ്റ ഉസ്താദ് ഇതുപോലത്തെ മജ്ലിസുൻ നൂറിൽ ദ്വാരക്കുകയാണ്. ഇതുപോലെ മഹാനായ പാണക്കാട് തങ്ങൾ ഇജാസത്ത് തന്നിട്ടുള്ള മജ്ലിസുൻ നൂറിൽ മഹാനായ അത്തിപ്പറ്റ ഉസ്താദ് ഇരിക്കുന്നു. നൂറുകൾ ആയിരക്കണക്കിന് മനുഷ്യന്മാരും അവിടെയുണ്ട്, വലിയവരായിട്ടുള്ള ആൾമാരുണ്ട്. ആ മജ്ലിസിലേക്ക് അതാ 8 കൊല്ലമായതല്ലെങ്കിൽ 18 കൊല്ലമായി 2 കണ്ണിന് കാഴ്ചയില്ലാത്ത ഒരാൾ അബ്ബാസും ചൊന്നിട്ടയാളെ വേറെ, അബ്ബാസും ചൊന്നിട്ടയാളെ വേറെ. അയാൾ 2 കണ്ണും കാഴ്ചയില്ല, അയാള് 2 കണ്ണും കാണില്ല. 8 വർഷമായി അല്ലെങ്കിൽ 18 വർഷമായി പേപ്പറിലുള്ളത് എന്നൊക്കെ ഓതി മറന്നത്. അതൊക്കെ ഞാൻ അങ്ങനെ ചൊന്നോ, 8 വർഷ അല്ലെങ്കിൽ 18 വർഷ എന്തോ ആട്ടെ. അയാൾക്ക് വർഷഘട്ടലായി 2 കണ്ണും കാണില്ല. അയാള് കുറുട, 2 കണ്ണും കാണില്ല. അയാളെ കാണാത്ത ഡോക്ടറില്ല, അയാളാക്കാത്ത മർദ്ദില്ല, അയാള് പോവാത്ത ദർഗയില്ല, അയാള് ദുആറക്കാത്ത സമയമില്ല. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്.
മജ്ലിസുന്നൂറിന്റെ മജ്ലിസിൽ വന്നിട്ട് ബഹുമാനപ്പെട്ട അത്യപ്പെട്ട ഉസ്താദിനോട് ദുആറക്കാചൊന്നു. ഇയാള് രണ്ടാള് കൈപിടിച്ചിട്ട് ഇയാളെ കൊണ്ടുവന്നാറ്. അയാൾ അവിടെ ജയിച്ചിട്ട് അബ്ബാസ് അയാളെ പേര് അയാൾ അവിടെ ജയിച്ച് എന്നിട്ട് അത്യപ്പെട്ട ഉസ്താദിന്റെ ദുആറക്ക് ചൊന്തോ. മജ്ലിസുന്നൂറിന്റെ മജ്ലിസല്ലേ, മജ്ലിസുന്നൂറിന്റെ മജ്ലിസല്ലേ, വലിയവരായ തങ്ങന്മാരെ പൊരുത്തത്തിൽ നടക്കുന്ന മജ്ലിസല്ലേ, ഷഹാദത്തിന്റെ കലിമ ചൊല്ലിയിട്ട് മരിച്ച ആൾമാർ ചൊന്ന ദിക്റല്ലേ, മജ്ലിസുന്നൂറിന്റെ മജ്ലിസല്ലേ. അത്യപ്പെട്ട ഉസ്താദ് ചൊന്തോ നല്ല മജ്ലിസിൽ ഞങ്ങൾ ദുആറക്കാം, നിങ്ങൾ എല്ലാവരും ആമീൻ ചൊല്ലണമെന്ന് ചൊന്നിട്ടോ. മഹാനായ വലിയുള്ളായ അത്യപ്പെട്ട ഉസ്താദ് ദുആറുന്നു. മജ്ലിസിൽ വെച്ചിട്ട് മജ്ലിസുന്നൂറിന്റെ മജ്ലിസിൽ വെച്ചിട്ട് അത്യപ്പെട്ട ഉസ്താദ് രണ്ട് കണ്ണിന് കാഴ്ചയില്ലാത്ത അബ്ബാസ് എന്ന ആൾക്ക് ദുആറുന്നപ്പോ അതേ പോമ്പത്തുകു രണ്ടാളെ കൈപിടിച്ചിട്ട് നടന്നോട്ട് പോയ അബ്ബാസ് എന്ന് ചൊന്നാൾ ഈ ആളുണ്ടല്ലേ മജ്ലിസുന്നൂറല്ല കഴിഞ്ഞപ്പോ സുബ്ഹാനല്ലാഹ് അത്യപ്പെട്ട ഉസ്താദ് ദുആറുന്നപ്പോ അയാള് രണ്ട് കണ്ണുകും കാഴ്ച ബന്ധ മജ്ലിസുന്നൂറിന്റെ കറാമത്ത. ഇത് പൈസാക്കുള്ള പണിയല്ല, ഇത് ഫൈറ്റലാക്കുള്ള പണിയല്ല, ഇത് മുസ്തഫായ നബി തങ്ങൾ പഠിപ്പിച്ച കാര്യമായിട്ടിക്കട, മഹാന്മാർ പഠിപ്പിച്ച വിഷയമായിട്ടിക്കട, ഔലിയാക്കന്മാർ ചൊന്നു തന്ന വിഷയമായിട്ടിക്കട. അത്യപ്പെട്ട ഉസ്താദ് ദുആറക്കുന്നു. മജ്ലിസുന്നൂറിന്റെ മജ്ലിസില് കണ്ണ് കാണാത്ത അബ്ബാസിന്റെ കാഴ്ച അല്ലാഹ് തിരിച്ചു കൊടുക്കുന്നു. അയാളെ കണ്ണ് കാണുന്നു. കാഴ്ചയില്ലാതെ മജ്ലിസിലേക്ക് പോയ അബ്ബാസ് എന്ന് പറയുന്നയാൾ മജ്ലിസുന്നൂർ കഴിഞ്ഞപ്പോ മജ്ലിസുന്നൂർ കഴിഞ്ഞപ്പോ അയാളതാ ക്ഷീരണിയും വാങ്ങിയിട്ട് രണ്ട് കാഴ്ച കിട്ടിയിട്ട് രണ്ട് കണ്ണും ക്ലിയർ ആയിട്ട് ക്ഷീരണി വേങ്ങിയിട്ട് നടന്നോട്ട് പോണ്ട ഫോട്ടോ ആയിട്ടിക്കട്. അയാളാരും കൈപിടിച്ചിട്ടില്ല. അതാണ് മജ്ലിസുന്നൂർ. ഇവിടെ സംഭാവന കൊടുത്തത് പണ്ടയാവല്ല. ഈ മജ്ലിസുന്നൂർക്ക് വേണായിട്ട് ആരെങ്കിലും എന്തെങ്കിലും പാട്ടിയെങ്കിൽ ദാനധർമ്മ വാഗ്ദാനാക്കിയെങ്കിൽ ഉമ്മമാരെ നിങ്ങൾ എന്തെങ്കിലും കൊടുത്തു കൊട്ടെങ്കിൽ നേർച്ച കൊടുത്തെങ്കിൽ അതുക്കുള്ള കൂലി ചെറുതല്ല, അതുക്കുള്ള പ്രതിഫലം ചെറുതല്ല, അത് അല്ലാഹു തരുന്ന നേട്ടം ചെറുതല്ല. പടച്ചറബ് കബൂല് ചെയ്യട്ടെ. ഇത് ഒരനുഭവ, ഇത് ഒരനുഭവ, ഇത് ഒരനുഭവ. ഇങ്ങനത്തെ എത്ര അനുഭവം വേണോ, എങ്ങനത്തെ വിഷയം വേണോ? ഒന്നും കളവല്ല, സത്യസന്ധമായത് മാത്രമേ ഞങ്ങൾ ചൊല്ലുടോ. കളവ് ചൊല്ല സ്വഭാവം ഞങ്ങൾക്കില്ല, അതൊരു മുസ്ലിമിന് പാടില്ല. അല്ലാഹു ഞങ്ങളൊന്ന് സ്വീകരിക്കട്ടെ. മഹാന്മാരുടെ വഴിയെ പോകാൻ, അവർ പഠിപ്പിച്ച കാര്യങ്ങൾ ചെയ്തിട്ട് മരിക്കാൻ, അവരുടെ ദുആയിൽ പങ്കാളികളാകാൻ, മജ്ലിസുന്നൂറിന്റെ ഗുണവും മണവും ലഭിച്ചവരാകാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ബഹുമാനികളെ നിർത്തുകയാണ്. മണി 12 അതിന്റെ ഇടയ്ക്ക് ഒരു കാര്യം സ്വകാര്യമായിട്ട് ആമുഖമായി പറയട്ടെ. ഒരു കാര്യം പ്രത്യേകിച്ച് പറയട്ടെ, എല്ലാവരും കേൾക്കണം. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ ദക്ഷിണ കർണാടക സമിതിയുടെയും അതുപോലെ തന്നെ SKSF ദക്ഷിണ ജില്ലാ സമിതിയുടെയും ഒതിയിലായിട്ട് ഇതിന്റെ ആഭിമുഖ്യത്തിലായിട്ട് ഇൻഷാ അല്ലാഹ് ഈ വരുന്ന 23-ാം തീയതി 23/1/2019 ബുധനാഴ്ച ബുധവാര BC റോഡ് തലപ്പാടി ഖസാന ഹാൾ ನಲ್ಲಿ പിടിയവരല്ല എനിക്ക് മലയാളം കന്നഡ എല്ലാം മിക്സായി പോലും വന്നതല്ലേ ಎಂಕೋ ಬರ್ಪುಜಿ ಆಂದಲ್ಲ ಪಂಡರ ಎಂಕೋ ಗೊತ್ತಾಗ್ಬಿಟ್ಟು ವಾಪಸ್ ಬಂದಾಗ ಬರ್ಪುಜಿ ഇല്ലേ ഇൻഷാ അല്ലാഹ് ഇതേ വരുന്ന ബുധനാഴ്ച 23-ാം താരീഖിന് ബുധനാഴ്ച തലപ്പാടി BC റോഡ് തലപ്പാടി, ആ തലപ്പാടിയല്ല, KC റോഡ് തലപ്പാടിയല്ല, BC റോഡ് തലപ്പാടി ഖസാന ഹാളില് ബഹുമാനപ്പെട്ട ഷേഖുന മിത്തബൈ ഉസ്താദിന്റെ അനുസ്മരണ പരിപാടിയുണ്ട്. തഹ്ലീൽ സമർപ്പണ കാര്യക്രമമുണ്ട്. സമസ്തന്റെയും മറ്റു സമുദായത്തിന്റെയും വലിയ വലിയ ആൾമാരുടെ ഭണ്ഡാറ് നിങ്ങളെല്ലാവരും സാന്നിധ്യം വേണോ. ഞങ്ങളെ എല്ലാമായിട്ടുന്ന ഉസ്താദ്, ഞങ്ങൾക്ക് സമാധാനവും ശാന്തിയായിട്ടുന്ന ഉസ്താദ് ഇൻഷാ അല്ലാഹ്. സന്തോഷം ഉഷാറില്ല. അല്ലാഹു ആഫിയത്ത് പ്രദാനം ചെയ്യട്ടെ. ഞങ്ങളുടെ നേതാക്കന്മാർക്കും പ്രവർത്തകന്മാർക്കൊക്കെയും അല്ലാഹു ആഫിയത്ത് പ്രദാനം ചെയ്യട്ടെ.
ഒരുപാട് വയസ്സന്മാരുണ്ട്, നേതാക്കന്മാരുണ്ട്. പലരും രോഗികളാണ്, പലരും ഗുളിക കുടിക്കുന്നവരാണ്, മരുന്ന് കുടിക്കുന്നവരാണ്, ഷുഗർ പ്രഷറൊക്കെ ഉള്ളവരാണ്. എന്നാൽ അള്ളാഹുവിന്റെ ദീനല്ലേ എന്ന് മാത്രം കരുതി ആദിരാ നേരം വരെ മഞ്ഞു കൊണ്ടിട്ട് ഈ മജ്‌ലിസിൽ പലരും ഇരിക്കുന്നുണ്ട്. അള്ളാഹുവർക്കൊക്കെയും ആക്കിയിട്ടുള്ള ദീർഘായുസ്സ് പ്രദാനം ചെയ്യും. അവർ നിന്നിട്ടും ഞങ്ങൾ നിന്നിട്ടും ഈ സേവനം അള്ളാഹു കബൂൽ ചെയ്യണം. ഇൻഷാ അല്ലാഹ് നിർത്തുകയാണ്. ഉമ്മമാരെ, സഹോദരിമാരെ, നിങ്ങളുടെ ഭാഗത്തേക്ക് ഞങ്ങളെ സംഘാടകർ വരുന്നു. ഞങ്ങളെ മക്കൾ വന്നുകൊണ്ടുള്ള നല്ലൊരു പൈസ പോയാറാ വന്നാറാ ഇന്ന് ഉറങ്ങി രണ്ടിന് കൂർക്ക വലിക്കണ്ടല്ലേ, പോയിട്ട് വന്ന പിന്നതില്ലല്ലോ, അത്ര വേഗം കൊടുത്തു. അല്ല, ചൊന്നിട്ട് പോകുമ്പോഴത്തേക്ക് ഏത് വിഷയം ചൊന്നിട്ട് പോകണം. അമ്മമാരോടെ പോകണ്ടെങ്കിൽ, ഇളാമരോടെ പോകണം, മംഗള വിളിക്കാൻ പോകണ്ടെങ്കിൽ ചൊന്നിട്ട് പോകുമ്പോൾ നല്ല ജ്യൂസ് കിട്ടും. സഡനിൽ പോയിട്ട് പോകിയ കണ്ണി തന്നിട്ട് പോടുക അല്ലല്ല, കുഴപ്പമില്ല. അപ്പൊ ചൊന്നിട്ട് അതിന്റെ മട്ടം പോലെ കടത്തിട്ടാകുമ്പോഴത്തേക്ക് ഇൻഷാ അല്ലാഹ് റാഹത്താവും. നാളെ മറ്റന്നാൾ അങ്ങനെ ആക്കണം. ഗടിപിടി, വിട്ടുപിടി, താളിതാണോ ബാണിയാണോ മുസ്തഫായ റസൂലുള്ളാഹി. ഞങ്ങളെ കാര്യമൊന്നും വിജയിക്കേണ്ട വലിയ ചെലവില്ലേ, വലിയ ചെലവുണ്ടോ? അൽഹംദുലില്ലാഹ് എല്ലാം ഇൻഷാ അല്ലാഹ് ഏറ്റെടുക്കും, മഹാന്മാർ ഏറ്റെടുക്കും. മജ്‌ലിസുൻ നൂറിന്റെ ഒക്കെ ബർക്കത്ത് കൊണ്ട് അള്ളാഹു നല്ല ഭംഗിയിലാക്കി തരട്ടെ. നല്ല നല്ല ചെറുപ്പക്കാർ നല്ല ഉഷാറാക്കി. ഞാൻ ഇത്രയും നല്ലൊരു മജ്‌ലിസും ഇങ്ങനെ മനോഹരമായ വെളിച്ചം വിതരുന്ന നല്ലൊരു സുന്ദരമായ ഒരു മജ്‌ലിസ് ഞാൻ അടുത്ത കാലത്തും SKSന്റെ പരിപാടി ഇങ്ങനെ ഒരു സിറ്റുവേഷനിലായിട്ട് കണ്ടിട്ടില്ല. നമുക്ക് ഇതന്നെ പരിപാടി, നമുക്ക് പണിയുന്നതല്ലേ. അല്ലാഹു തആല കബൂൽ ചെയ്യുമാറാകട്ടെ. ബഹുമാനപ്പെട്ട നമ്മുടെ ജില്ലയുടെ പ്രതീക്ഷയും നമ്മുടെ പ്രമുഖനായ ഞങ്ങളുടെ സംഘശക്തിയുടെ പ്രമുഖനായ അനുഗ്രഹീതനായ സംഘാടകർ, അല്ലാഹു തആല ഒരുപാട് സൗഭാഗ്യങ്ങളും സൗകര്യങ്ങളും കൊടുത്തിട്ടുള്ള വലിയ മനസ്സുള്ള നമ്മുടെ പ്രിയപ്പെട്ട ഇസ്മായിൽ അമാനിയെ പോലെയുള്ള നമ്മുടെ നേതാക്കന്മാരൊക്കെ ഈ വേദിയിൽ ഇരിക്കുന്നു എന്നത് നമുക്കൊരു സന്തോഷത്തിന്റെ വിഷയമാണ്. നമുക്കതൊരു ഊർജ്ജമാണ്, നമുക്കതൊരു ഉന്മേഷമാണ്, നമുക്കതൊരു എനർജിയാണ്. അല്ലാഹു തആല അവരുടെ ഈ വിലപ്പെട്ട സമയം കബൂൽ ചെയ്യുമാറാകട്ടെ. ഒരുപാട് കാലം ഞങ്ങളുടെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന് ഈ മഹിതമായ പാതയിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കാൻ നമുക്ക് നേതൃത്വം നൽകാൻ അല്ലാഹു തൗഫീഖും കരുത്തും ആരോഗ്യവും ദീർഘായുസ്സും പ്രദാനം ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് മനോഹരമായ പരിപാടി, സന്തോഷമുണ്ട്. ഞാൻ സത്യം പറഞ്ഞാൽ ഇങ്ങനെയെല്ലാം ഉണ്ടാകുമെന്ന് ഞാൻ കരുതിയിട്ടില്ല. ഇപ്പൊ നോക്കൂ, നിങ്ങൾ യുദ്ധത്തിന്റെ വർക്കത്താ അല്ല നിങ്ങളെ നല്ല മനസ്സിന്റെ വർക്കത്താ നമുക്ക് അറിഞ്ഞിട്ട് 2 മണിക്കൂറായത് നക്കിയറിഞ്ഞു. മണി 12 ടോട്ടൽ ഞങ്ങളോട് നീച്ചിട്ട് 3 ഗണ്ടത്തോളം. അൽഹംദുലില്ലാഹ് നാളെയും മറ്റന്നാളോട് ഫംഗ്ഷൻ ഉണ്ടോ? നാളെ ബഹുമാനപ്പെട്ട തങ്ങളുണ്ടോ അല്ലെ? തങ്ങളുണ്ടോ, അഷ്ഫാഖ് ഫൈസി നന്ദാവറ പ്രമുഖനായ പ്രഭാഷകന്റെ നല്ല വയലുണ്ടോ. മറ്റന്നാളും ഇൻഷാ അല്ലാഹ് സയ്യിദ് അലിയാർ തങ്ങളുണ്ട് മണ്ണാർക്കാട്. അതുപോലെ തന്നെ പ്രഗൽഭനായ പണ്ഡിതൻ, പ്രമുഖനായ പണ്ഡിതൻ, എല്ലാ ഭാഷയിലും എല്ലാ കിതാബിലും നല്ല ഗൃഹന്യനായ സുന്നത്ത് ജമാഅത്തിന്റെ നല്ലൊരു പ്രഭാഷകനായി, സുന്നത്ത് ജമാഅത്തിന്റെ വലിയൊരു പണ്ഡിതനായി നമുക്കിടയിൽ ജീവിക്കുന്ന മഹാനരായ മൗലാന MT ദാരിമി ഉസ്താദ് ഇൻഷാ അല്ലാഹ് മറ്റന്നാളുടെ പണ്ട് അല്ലേ എല്ലാവരും ആ പ്രഭാഷണത്തിൽ എല്ലാവരും പറഞ്ഞോ, നിങ്ങൾ ആൾമാരെ കൂട്ടിയോട്ട് പറഞ്ഞോ, വേണ്ടതെല്ലാം നിങ്ങൾ ആക്കി കൊടുക്കണോ, ചന്തത്തിലാക്കണോ, നിങ്ങളെല്ലാ സപ്പോർട്ടും വേണോ, നിങ്ങളെ പ്രാർത്ഥന വേണോ, നിങ്ങളെ സഹായം വേണോ, നിങ്ങളെ സാന്നിധ്യം വേണോ, എല്ലാ കാര്യത്തിലും വേണോ, എപ്പോഴും വേണോ. അല്ലാഹു തആല മഹാന്മാരുടെ ഗുരുത്വവും പൊരുത്തവും നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് നിർത്തുക. അല്ലാഹു തആല നമ്മുടെ ഈ കൂടുതൽ വീഡിയോയിൽ പൊരുത്തപ്പെട്ടവരെ മലയാളിക്കും. ഒരുപാട് ബാല്യക്കാരുണ്ട്. ഞാൻ ഒരുപാട് വിഷയങ്ങൾ പറയണമെന്ന് കരുതിയതാണ്. പക്ഷെ സാഹചര്യം നോക്കി, സന്ദർഭം നോക്കി, ഈ അവസ്ഥ നോക്കിയിട്ട് നിങ്ങളോട് പിന്നെ കൂടുതൽ വേദ പറയേണ്ടതില്ല എന്ന് മനസ്സിലാക്കി ചില ഭാഗങ്ങൾ മാത്രം പറഞ്ഞു. അല്ലാഹു നമുക്കത് ഉപകാരപ്പെടുത്തുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് മജ്‌ലിസുൻ നൂർ പോലെയുള്ള നല്ല നല്ല കാര്യങ്ങളൊക്കെ ഞങ്ങളെ സംഘാടകർ നടത്തുമ്പോൾ, പാവപ്പെട്ട പെണ്ണുകിടാക്കളെ കെട്ടിച്ചയക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളെ സംഘാടകർ ഉദ്ദേശിക്കുമ്പോൾ, അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ, സോഷ്യൽ വർക്ക്, ജീവകാരുണ്യ പ്രവർത്തനം മറ്റൊക്കെ ചെയ്യുമ്പോൾ എല്ലാ നിലക്കുള്ള പെണ്ണുകളുമായി ധൈര്യമായി, സപ്പോർട്ടായി, സലഹകാരരായി, മായിക്കിദാരരായി, സഹായക്കാരായി നിങ്ങൾ ഉണ്ടാകണം. എപ്പോഴും ഉണ്ടാകണം. എല്ലാത്തിനേക്കാളുപരി നിങ്ങളെ നല്ല ദുആകളിൽ ഞങ്ങൾ എല്ലാവരും ഉണ്ടാകണം. എപ്പോഴും നിങ്ങളുടെ ദുആയിൽ ഞങ്ങൾ ഉൾപ്പെടുത്തണം. ഇൻഷാ അല്ലാഹ് ഞങ്ങളുടെ ദുആയിൽ നിങ്ങൾ ഉണ്ടാവും. അല്ലാഹു തആല എല്ലാ നല്ലവരുടെ ദുആയിലും ഞങ്ങൾ ഉൾപ്പെടുത്തട്ടെ. ഇൻഷാ അല്ലാഹ് ദുആരത്ത് സലാത്ത് ചൊല്ലുമ്പോൾ ഇപ്പാറും എണീക്കണ്ട. ഇണ്ട് നാളെ നിങ്ങൾ സമാധാനം പോലെ ആക്കോളും. ഇണ്ട് ആരും എണീക്കണ്ട. ഇത്ര നേരം 2-2.5 മണിക്കൂർ അല്ലാഹുവിന്റെ മലായികത്തെ ഒട്ടിಗೆ സ്വർഗത്തിന്റെ മജ്‌ലിസിൽ നിങ്ങൾ ജയിച്ചാൽ
നിങ്ങളെ കാൽടടിയിലുള്ള എല്ലാം നിങ്ങൾ ദയിച്ച കുറിച്ചു ചേരടക്ക നിങ്ങൾക്ക് വേണമായിട്ട് ഈ ടൈമിൽ അള്ളാഹുവിനോട് ദുആ ഇങ്ങനത്തെ മജ്‌ലിസിൽ വന്നിട്ട് ദയിച്ചെങ്കിൽ അങ്ങനെ കാൽടടിയിലുള്ള മണ്ണ് കല്ല് പോലും അള്ളാഹുവിന്റെ അടുത്ത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ദുആ ചെയ്യുന്നു മുസ്തഫായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. വലിയൊരു കാര്യമാണ് ഞങ്ങൾ ചെയ്തിട്ടുള്ളത്. അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ ഇൻഷാ അല്ലാഹ്. അപ്പൊ ഈ വലിയ മജ്‌ലിസിൽ ഇരിക്കുന്ന നിങ്ങളോട് പറഞ്ഞു വന്നതിന്റെ ചുരുക്കം, നമ്മുടെ ഏറ്റവും നല്ല ഒരു അനുഗ്രഹീത സമയമാണ്, ഒരു ഉത്തരവാദിത്വമുള്ള ഒരു പ്രായമാണ് നമ്മുടെ യുവത്വകാലം, യൗവനകാലം, നമ്മുടെ നല്ല കാലം, ആരോഗ്യമുള്ള കാലം. അതൊക്കെയും അള്ളാഹിന്റെ പൊരുത്തത്തിനായി നമ്മൾ ചിലവഴിക്കണം. എല്ലാ സമയത്തും അള്ളാഹുവിന്റെ ചിന്തയിലായിട്ട് കഴിയാൻ നോക്കണം. കളി വിനോദങ്ങളിലെല്ലാം കാട് കയറിയിട്ട് അള്ളാഹിനെ മറന്നിട്ട് കളി വിനോദങ്ങളിലൊന്നും ഏർപ്പെടാതെ പ്രശുദ്ധമായ സംഘടന പോലെയുള്ള സംഘടനകളിൽ അംഗമായി നല്ല നല്ല കാര്യങ്ങൾക്കൊക്കെ നേതൃത്വം കൊടുത്ത് സഹായിച്ച് സഹകരിച്ച് നിങ്ങൾ ജീവിക്കുന്നവരാകണം. അള്ളാഹു അതിന്റെ തൗഫീഖ് നൽകട്ടെ ഇൻഷാ അല്ലാഹ്. ദുആരക്കുന്നു, ദുആരന്നിട്ട് സലാത്ത് ചൊല്ലുമ്പോൾ സലാത്ത് ചൊല്ലുമ്പോ ജയിക്കട എല്ലാ ആൾമാരും ഇപ്പല്ല സലാത്ത് ചൊല്ലുമ്പോ ജയിച്ചോണ്ടുള്ള എല്ലാ ആൾമാർ, വലിയവരായിട്ടുള്ള ആൾമാർ, ചെറിയ മക്ക, പിരിശപ്പെട്ട ബാല്യക്കാര്, നല്ലവരായ വയസ്സന്മാര് എല്ലാവരും ഇൻഷാ അല്ലാഹ് ഒന്ന് കൈമുസാഫത്ത് ചെയ്യ പറഞ്ഞുകൊടുക്ക. ഇണ്ട് കണ്ട മനുഷ്യന്മാരെ നാളെ കാണുകയില്ല, നാളെ ഉള്ളവർ മറ്റന്നാളില്ല. പെട്ടെന്ന് ലോകത്ത് വെച്ചോണ്ടുള്ളവർ പഠിച്ചറിവ് ഞങ്ങളെ കാക്കട്ടെ അല്ലാഹു സലാമത്താക്കട്ടെ. ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവരാൽ ഞങ്ങളെ രാജ്യത്തവരാൽ ഒരു മൊയിലാർ റഫീഖ് മദ്നി ചൊന്നിട്ടോ അയാൾ മുന്നോട്ട് മരിച്ചിട്ട് അല്ലാഹു ആഖിറം വിളിച്ചാക്കട്ടെ. പെട്ടെന്ന് മരിച്ചു പോയോണ്ടുണ്ട് ആൾമാർ, പഠിച്ചറപ്പ് ഞങ്ങളെ കാക്കട്ടെ ഇൻഷാ അല്ലാഹ്. ഞങ്ങൾ ഈ ആക്കട മുസാഫത്തുണ്ടല്ലേ, ഈ കൈക്കൊടുക്കൽ ഈ വിഷയം ഉണ്ടല്ലേ, ഇതല്ലാതെ സുന്നത്തായി ഒരു അമലായിട്ട് കിടക്കണ, ഒരു ഇബാദത്തായിട്ട് കിടക്കണ, ഒരു കൂലിയുള്ള കാര്യമായിട്ട് കിടക്കണ. എല്ലാവരും പറഞ്ഞോ ദുആറിന്നിട്ട് സലാത്ത് ചൊല്ലുമ്പോ എല്ലാവരും പറഞ്ഞു, ചെറിയവർ പറഞ്ഞോ, വലിയവർ പറഞ്ഞോ, പിരിശപ്പെട്ട ബാല്യക്കാർ പറഞ്ഞോ, അങ്ങനെ പറഞ്ഞോ. നിങ്ങളെ കീശയില് നിങ്ങളെ അധ്വാനത്തിന്റെ പൈസ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ചോര തന്നെയാക്കിയിട്ട് പണിയെടുത്തിട്ട് നിങ്ങൾക്ക് കിട്ടിയ പൈസ, പടച്ചറപ്പ് നിങ്ങൾക്ക് തന്ന പൈസ, നിങ്ങളെ അധ്വാനത്തിന്റെ പൈസ എല്ലാം തന്നോന്ന് ചൊല്ലല്. നിങ്ങളാൽ കഴിയുന്നത് നിങ്ങളാവുന്നതുപോലെ ഈ നല്ല കാര്യത്തില് നല്ല ഉദ്ദേശം വെച്ചിട്ട് തരണോ. അള്ളാഹു തന്നതിലും ബാക്കി വെച്ചതിലും ബർക്കത്ത് ചെയ്യട്ടെ. ദാനധർമ്മ കൊടുത്തെങ്കിൽ അള്ളാഹു ആയുസ് നീട്ടിത്തരോ, ദാനധർമ്മ കൊടുത്തെങ്കിൽ അള്ളാഹു രോഗങ്ങൾ ശുഭയാക്കി തരോ, ദാനധർമ്മ കൊടുത്തെങ്കിൽ അള്ളാഹു പെട്ടെന്നുള്ള മരണത്തെ തൊട്ട് കാക്കൂ, ദാനധർമ്മ കൊടുത്തെങ്കിൽ അള്ളാന്റെ കോപം അല്ല തടുക്കൂ, ദാനധർമ്മ കൊടുത്തെങ്കിൽ ഖബർ ലോകം അല്ല വിശാലമാക്കും. അള്ളാഹു ഞങ്ങൾ കൊടുത്തതിലും ബാക്കി വെച്ചതിലും ബർക്കത്ത് ചെയ്യട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അർഹമുറഹ്മാനായ രാജ സയ്യിദായ മുൽക്ക് ജബ്ബാറായ തമ്പുരാനെ ഞങ്ങൾ ഇതുവരെ പറഞ്ഞതും കേട്ടതും നീ ഒരു സ്വാലിഹായ അമലാക്കണേ അല്ലാഹ്, നാഫിയായ ഇൽമാക്കണേ അല്ലാഹ്, സ്വീകരിക്കണേ അല്ലാഹ്. അറിഞ്ഞും അറിയാതെയും വന്നുപോയ ഞങ്ങളെ തെറ്റുകുറ്റങ്ങളെ നീ പൊറുക്കണേ അല്ലാഹ്. പടച്ചവനെ ഞങ്ങളെ ഈ കൂട്ടായ്മക്ക് നീ ബർക്കത്ത് ചെയ്യണേ തമ്പുരാനെ. പടച്ചവനെ നാളേറെയായി ഈ പരിപാടിക്ക് വേണ്ടി ഒരുപാട് അധ്വാനിച്ചവർ, ഇത് ഭംഗിയായി കിട്ടാൻ വേണ്ടി ഒരുപാട് സഹായിച്ചവർ, ഇതൊന്നും മനോഹരമായ നിലക്ക് അവസാനിച്ച് കിട്ടാൻ, ഇതൊന്ന് വിജയിപ്പിച്ച് കിട്ടാൻ നല്ലോണം കഠിനാധ്വാനം ചെയ്ത് ഞങ്ങളെ ഇസ്ലാമിക് സെന്ററിന്റെ ഭാരവാഹികൾ, അതിന്റെ നേതാക്കന്മാർ, നല്ലവരായ പ്രവർത്തകന്മാർ, അതിന്റെ കാരണവന്മാർ, എല്ലാ സഹായിച്ചവരും അവരെല്ലാവരെയും നീ ഏറ്റെടുക്കണേ തമ്പുരാനെ. നിന്റെ പൊരുത്തത്തിലും നിന്റെ ദാത്തിലും നിന്റെ ഇബാദത്തിലുമായി ആരോഗ്യത്തോടുകൂടി ഞങ്ങൾ ആയുസ് നീട്ടി തരണേ അല്ലാഹ്. പെട്ടെന്നുള്ള മരണം, അപകട മരണം, അതുപോലെ തന്നെ ഹാർട്ട് അറ്റാക്ക്, ആക്സിഡന്റ് പോലെയുള്ള ദുരന്തം, ഷുഗർ, പ്രഷർ പോലെയുള്ള മാറാവ്യാധികളെ തൊട്ടൊക്കെ നീ ഞങ്ങളെ കാക്കണേ അല്ലാഹ്. പടച്ചവനെ നിന്റെ പൊരുത്തത്തിലായി നീ ഞങ്ങളെ ജീവിപ്പിക്കണേ അല്ലാഹ്. നിന്റെ സ്വാധീനങ്ങളിൽ ഞങ്ങൾ നീ ചേർക്കണേ അല്ലാഹ്. അവസാന മരണം ഹൈറായി വരുമ്പോ, മരണം അനുകൂലമായി വരുമ്പോ അഹ്ലൗലാദീങ്ങളെ ഹദ്റത്തിൽ വെച്ച് കമിലായ ഈമാനോട് നീ ഞങ്ങളെ വരിപ്പിക്കണേ അല്ലാഹ്.
കാമിലായ ഈമാനോടെ നീ ഞങ്ങളെ മരിപ്പിക്കണേ അല്ലാഹ്. ഞങ്ങളെയും ഞങ്ങളെ ഉമ്മ ബാപ്പമാർ, ഭാര്യ മക്കൾ, മക്കളെ മക്കൾ, ഞങ്ങളെ സഹോദരി സഹോദരന്മാർ, ഞങ്ങളെ കൂട്ടുകുടുംബക്കാർ, സഹായിച്ചവർ, സ്നേഹിച്ചവർ, ദ്വാരക്കണി എന്ന് പറഞ്ഞിട്ടുള്ളവർ, ഞങ്ങൾക്ക് ഭക്ഷണം തന്നവർ, പ്രത്യേകിച്ച് നീ വിനീതനടക്കമുള്ള പലർക്കും ഭക്ഷണം തന്നവരക്കാർ, ഞങ്ങളോട് ദ്വാരക്കാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളവർ, ഞങ്ങൾ ഈ പരിപാടിക്ക് വേണ്ടി ഒരുപാട് സഹായിച്ചവർ, സഹകരിച്ചവർ, വേണ്ടതൊക്കെയും ചെയ്യാമെന്ന് ഏറ്റെടുത്തിട്ടുള്ളവർ, പ്രസ്ഥാന ബന്ധുക്കൾ, ഞങ്ങളുടെ നേതാക്കന്മാർ, ആദരണീയരായ ഞങ്ങളുടെ ഉസ്താദുമാർ, അവർക്കൊക്കെയും നീ ആഫിയത്തുള്ള ദീർഘായുസ്സ് പ്രദാനം ചെയ്യണേ അല്ലാഹ്. പടച്ചവനെ ഞങ്ങളെയും അവരെയും നീ ഏറ്റെടുക്കണേ അല്ലാഹ്. നിന്റെ സ്വാധീനങ്ങളിൽ ഉൾപ്പെടുത്തണേ അല്ലാഹ്. ഞങ്ങൾ മരണപ്പെട്ടു പോയവർക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാഹ്. മരണപ്പെട്ടു പോയ ശൈഖുനാ മിത്തബൈൽ ഉസ്താദ്, മഹാനായ തിബറ്റ ഉസ്താദ് അടക്കമുള്ള ശൈഖുനാ ശംസുൽ ഉലമാ, എല്ലാമായ ശൈഖുനാ ശംസുൽ ഉലമാ, മഹാനടക്കമുള്ള ഞങ്ങളുടെ നേതാക്കളുടെ പരലോക ദർജ നീ ഉയർത്തി കൊടുക്കണേ അല്ലാഹ്. ജീവിച്ചിരിക്കുന്ന സമസ്തയുടെ മഹാന്മാരായ സാദാത്യങ്ങൾ, ആലിമീങ്ങൾ, നേതാക്കന്മാർ, പ്രവർത്തകന്മാർ, അനുഭാവികൾ, സഹായികൾ, എല്ലാവർക്കും നീ ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണേ അല്ലാഹ്. പ്രച്ചവനെ മുസ്തഫായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം നിന്റെ സ്വർഗ്ഗലോകത്ത് ഞങ്ങളെ ഒരുമിച്ച് കൂട്ടണേ തമ്പുരാനെ. സ്വർഗ്ഗലോകത്ത് ഒരുമിച്ച് കൂട്ടണേ തമ്പുരാനെ. പ്രച്ചവനെ സിഹ്റ്, കണ്ണേറുകൾ, ആപത്ത്, മുസീബത്തുകൾ, ചതിവഞ്ചനകൾ, കിബറുകൾ തുടങ്ങിയ എല്ലാവിധ ശർറുകളും ഞങ്ങളെ തൊട്ട് തട്ടി മാറ്റണേ അല്ലാഹ്. ഖൽബിന്റെ രോഗങ്ങളാകുന്ന അസൂയ, കിബർ പോലെയുള്ളത് നീ മാറ്റി തരണേ അല്ലാഹ്. പ്രച്ചവനെ ഞങ്ങളെ പുറത്തുനിന്നാക്കിയത് പോലെ ഞങ്ങളെ കൽബ് നന്നാക്കണേ അല്ലാഹ്. കെട്ടുപ്രായമെത്തിയ പെങ്ങന്മാരുണ്ട്, പെണ്ണുമക്കളുണ്ട്, വേണ്ടപ്പെട്ട പലരുമുണ്ട് അല്ലാഹ്. സ്വാലിഹീങ്ങളും കുഫുവത്തവരും സന്തോഷിപ്പിക്കുന്നവരുമായ ഭാര്യമാരെ, ഭർത്താക്കന്മാരെ, കുടുംബത്തെ ഞങ്ങളെ മക്കൾക്ക് എത്തിക്കണേ അല്ലാഹ്. അതിനുള്ള വഴിയും വാതിലും നീ എളുപ്പത്തിൽ തുറന്നു തരണേ അല്ലാഹ്. കെട്ടിച്ചു പോയവർക്കിടയിലും വന്നവർക്കിടയിലും സന്തോഷമേകല്ലാഹ്, റാഹത്ത് നൽകല്ലാഹ്. ത്തിന്റെ വഴിയിലാണ്, പരിശുദ്ധമായ ദീനിന്റെ ദഅവത്തിന്റെ വഴിയിലാണ്, പരിപാവനമായ വിശുദ്ധ ഖുർആനിന്റെ സേവന പാതയിലാണ്. ഏറിയ തൗഫീഖും, ഏറിയ ആയുസ്സും, ഏറിയ അറിവും, ഏറിയ അവസരവും, ഏറിയ ഇഖ്ലാസും, ഏറിയ ഇൽമും നീ ഞങ്ങൾക്ക് ഏറ്റി നൽകണേ അല്ലാഹ്. പറഞ്ഞവർക്കെയും പറഞ്ഞ് എനിക്കും പിന്നീട് കേട്ടവർക്കും നീ ഉപകാരപ്പെടുത്തണേ അല്ലാഹ്. ഞങ്ങളെ കച്ചവടം, ജോലി, ബിസിനസ്, ഞങ്ങളെ കൃഷിയിൽ നീ ബർക്കത്ത് ചെയ്യണേ തമ്പുരാനെ. ഞങ്ങൾ കൊടുത്തതിലും ബാക്കി വെച്ചതിലും ബർക്കത്ത് ചെയ്യണേ തമ്പുരാനെ. പടച്ചവനെ ഞങ്ങളാൽ കഴിയുന്നത് നിന്റെ ദീനിനെ ഞങ്ങൾ കൊടുക്കുന്നു നീ തന്ന സമ്പത്തിൽ നിന്ന് നീ പൊരുത്തപ്പെട്ട നല്ല കാര്യത്തിന് ഞങ്ങൾ കൊടുക്കുകയാണ് റബ്ബേ. പടച്ചവനെ ഞങ്ങളെ രോഗങ്ങൾ ആ സ്വതക്കയുടെ ബർക്കത്തുകൊണ്ട് മരുന്നില്ലാതെ ശിഫയാക്കണേ അല്ലാഹ്. ആ സ്വതക്കയുടെ ബർക്കത്തുകൊണ്ട് ഞങ്ങളെ കച്ചവടത്തിൽ ബർക്കത്ത് ചെയ്യണേ അല്ലാഹ്. ഞങ്ങൾ കൊടുത്ത സ്വതക്കയുടെ ബർക്കത്തുകൊണ്ട് ഞങ്ങളെ മുറാദ് ഹസിലാക്കണേ അല്ലാഹ്. ഞങ്ങൾ കൊടുത്ത സ്വതക്കയുടെ ബർക്കത്ത് കൊണ്ട് ഞങ്ങൾ മരണപ്പെട്ടു പോയവർക്കും അതിന്റെ പ്രതിഫലം എത്തിക്കണേ അല്ലാഹ്. المؤمنين يا غافر المذنبين وانصر المسلمين يا خير الناصرين وارزق المسلمين عزة الدارين يا لطيف بالعباد. يا لطيف بالعباد 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 يا نبي سلام عليك يا رسول سلام عليك يا حبيب سلام عليك صلوات الله عليك طلع البدر علينا من ثنية الوداع وجب الشكر علينا ما دعا
يا رسول سلام عليك يا حبيب سلام عليك صلوات الله عليك أيها المبعوث فينا جئت بالأمر المطاع جئت شاوبت المدينة مرحبا يا خير داعي يا نبي سلام عليك يا رسول سلام عليك يا حبيب سلام عليك صلوات الله عليك. ബഹുമാനികളെ, ഉമ്മമാരെ, സഹോദരിമാരെ, സഹോദരന്മാരെ, നിങ്ങളെപ്പോഴും ദ്വാരക്കുമ്പോൾ എന്നും പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ആ നല്ല ദ്വായിൽ ഞങ്ങളെല്ലാവരെയും കൂട്ടണം ഇൻഷാ അല്ലാഹ്. ഞങ്ങളുടെ ദ്വായിൽ നിങ്ങളെല്ലാവരും ഉൾപ്പെടുത്തുമ്പോൾ അല്ലാഹു നല്ലവരുടെ ദ്വായിൽ ഞങ്ങളെ ചേർക്കട്ടെ. നല്ലവരുടെ കൂട്ടത്തിൽ അല്ലാഹു ഞങ്ങളെ ഉൾപ്പെടുത്തട്ടെ. എല്ലാവരും